മിസ്റ്റേക്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതും ആ മിസ്റ്റേക്സിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ അത് റെക്ടിഫൈ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളിവിടെ നോക്കാൻ പോകുന്നതും നെക്സ്റ്റ് 1 ഇയറിലേക്ക് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു 1 ഇയർ സമയ പീരീഡ് ആണ് ഇപ്പൊ നമ്മളിലുള്ളത്. നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 1 ഇയറിന്റെ അടുത്ത് നമുക്ക് ഇനി അടുത്ത പ്രിലിംസിലേക്ക് ഉണ്ട്. ഈ ഒരു നെക്സ്റ്റ് 1 ഇയർ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാപ്പിൽ നിന്ന് UPSCയുടെ ഈ ഒരു സൈക്കിളിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആവാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗിവിംഗ് ദ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും എന്താ പറയാ, നമുക്ക് ഏറ്റവും ഒരു ഫൈനസ്റ്റ് അറ്റംപ്റ്റ് എന്നല്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തേക്ക്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പ്രിലിംസ് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷനെ പറ്റി ആലോചിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പഠിക്കണം, എവിടെ മെന്റർഷിപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനിഷ്യലി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് റീസൺ കണ്ടെത്താതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ ഒരു സിറ്റുവേഷനിലോ അതെ ഇതോ ഒരു ട്രാപ്പിലോ നമ്മൾ വീണ്ടും നിൽക്കാനാണ് കൂടുതൽ ചാൻസ്. അപ്പൊ നമുക്ക് നോക്കാം, പൊതുവെ ആസ്പിരൻസ് പ്രിലിംസിലേക്ക് ഫെയിലിയർ ആവുന്നതിന് പല റീസൺസും കാണാറുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള റീസൺസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് സെൽഫ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നാമത്തെ മേജർ റീസൺ ഫോർ പ്രിലിംസ്, ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ റിപ്പീറ്റേഴ്സ് ആൻഡ് ഫസ്റ്റ് ഇയർ PCM സ്റ്റുഡൻസിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവർ വളരെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, പൊതുവെ ഇപ്പൊ ഈ വർഷം PCM ചെയ്യുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം PCM ചെയ്ത സ്റ്റുഡൻസിന്റെ ബാച്ച് തീരാൻ തന്നെ സമയം എടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കിട്ടും 2 മാസമായിരിക്കും പ്രിപ്പറേഷൻ, വിച്ച് ഇസ് നോട്ട് ഇനഫ് ടു ക്ലിയർ പ്രിലിംസ് ആക്ച്വലി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തേക്ക് പ്രിലിംസ് ഫെയിലിയർ ആവാനുള്ള ഒരു റീസൺ ആവാം, ലേറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇത് ആർക്കൂടി യോജിക്കുന്നതാണ്. നിങ്ങൾ പൊതുവെ കണ്ടിട്ടുണ്ടാവും, റിപ്പീറ്റേഴ്സ് ഇപ്പൊ സെക്കൻഡ് അറ്റംപ്റ്റോ തേർഡ് അറ്റംപ്റ്റോ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചോളം, നിങ്ങൾ കഴിഞ്ഞ പ്രിലിംസിൽ തോറ്റതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്യാത്തതിന് ശേഷം നിങ്ങൾ ഒരു 1 ഇയർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. Basically what will happen, initially you will be having an enthusiasm saying that ഞാൻ എന്ത് ചെയ്യും, ഈ പ്രിപ്പറേഷൻ ഈ ഒരു വർഷത്തേക്ക് വളരെ പങ്ക്ച്വൽ ആയിട്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് തുടങ്ങുമെങ്കിലും ഇൻ ബിറ്റ്വീൻ ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ, ചിലപ്പോൾ വീട്ടിലുള്ള പ്രഷർ കൊണ്ട് നമ്മൾ PSC എക്സാമുകളിലേക്ക് കൂടുതൽ പോയേക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കരിയർ ഓപ്ഷനിലേക്ക് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ there is lack of motivation to keep the preparation for next 1 year എന്നുള്ളത് വളരെ പ്രോബ്ലം ഉള്ള ഒരു സംഭവമാണ്. കാരണം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ജൂൺ കഴിഞ്ഞ് ഇപ്പൊ തന്നെ പ്രിലിംസ് കഴിഞ്ഞിട്ട് 1 മാസത്തിന്റെ മുകളിലായി. പക്ഷെ നിങ്ങൾ ആലോചിക്കുക എന്ത് പെട്ടെന്ന് സമയം പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ ഡിസംബർ ആവുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യം, ഡിസംബറിലേക്ക് എത്തുക എന്ന് പറയുന്നത്. പക്ഷെ ഡിസംബർ കഴിയുമ്പോൾ ജനുവരി തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഒരു റിയലൈസേഷൻ വരും, എനിക്ക് പ്രിപ്പയർ ചെയ്യണമായിരുന്നു, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ വീണ്ടും നമുക്ക് വരും. അപ്പൊ ഡിസംബർ തൊട്ട് ഇനി എന്ത് ചെയ്യാനില്ല, മെയിൻസിന് പഠിക്കാനുള്ള ഒരു സമയത്തേക്ക് നമ്മൾ എത്തില്ല. അപ്പൊ നമ്മൾ ഇനി നേരെ പോയിട്ട് പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും. പഴയ ലക്ഷ്മികാന്തും അല്ലെങ്കിൽ നമ്മുടെ NCERT ഒക്കെ എടുക്കും, മാക്സിമം നിങ്ങൾ വായിക്കാൻ നോക്കും. ഇതാണ് ലേറ്റ് സ്റ്റാർട്ടേഴ്സിന്റെ പ്രോബ്ലം. പക്ഷെ ഇവര് എപ്പോഴും റിയലൈസ് ചെയ്യാത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രിലിംസ് ക്ലിയർ ചെയ്യാതിരിക്കുന്നതിന് ഇവർ എക്സാം കഴിഞ്ഞ ശേഷം ഇവർ പറയും, ഈ വർഷം ഞാൻ വളരെ നന്നായി പഠിച്ചിരുന്നു എന്ന് ഇവർ പറയും. ഇതാണ് ഏറ്റവും വലിയ ട്രാപ്പ്. ദേ നെവർ തിങ്ക് ദാറ്റ് ദേ ഹാവ് സ്റ്റഡീഡ്, ബിക്കോസ് അവർ നോക്കുന്ന കഴിഞ്ഞ 3 മാസം 4 മാസം ഞാൻ പഠിച്ചു എന്നുള്ളത് മാത്രമേ അവർ നോക്കുള്ളൂ. അപ്പൊ പൊതുവേ ഇങ്ങനെയുള്ള ആസ്പിരൻസ് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താ വെച്ചാൽ, ഞാൻ നല്ല ഈ വർഷം പഠിച്ചിരുന്നു സാറേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് പറയാ. But basically what is happening is that they have studied, but they have studied for the last 3 months എന്നുള്ളതാണ്. ഈ 3 month പ്രിപ്പറേഷൻ ആദ്യമായിട്ട് പ്രിലിംസ് കയറുന്ന ഒരാളെ സംബന്ധിച്ചോളം അതൊരു ഇനഫ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല. ഓക്കെ, സോ ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് 1 ഇയറിലേക്ക് നിങ്ങളെ മോട്ടിവേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരു 1 ഇയറിലേക്കുള്ള ഒരു പുഷ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വലിയ പ്രോബ്ലം ആണ്. ഇഫ് യു ആർ ഇൻ ദിസ് കാറ്റഗറി, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, വിൽ ഹാവ് എ സൊല്യൂഷൻ, വിൽ ഡിസ്കസ് ഇൻ ദ ലേറ്റർ. ഓക്കെ, രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, we all wanted to become collector, but at the end of the day you end up become a material collector. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. യു വിൽ ബി ഗോയിങ് ബിഹൈൻഡ് ദ കണ്ടന്റ് ആൻഡ് കണ്ടന്റ്. ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു മെറ്റീരിയൽ വായിച്ച് അടുത്ത മെറ്റീരിയലിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് എടുക്കുന്നതിന് ഒരു എക്സ്ക്യൂസ് കണ്ടിരിക്കുന്നത്, പഠിച്ചാലല്ലേ ടെസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ, പഠിക്കാതെ ടെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ലെറ്റ് മീ ഫിനിഷ് ദ സ്റ്റഡീസ്. ബട്ട് യു നെവർ ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് യു ഫിനിഷ് ദ സ്റ്റഡീസ്. ഇങ്ങനെ ഒരു ഫീലിങ്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കിട്ടില്ല. ഈ പ്രിപ്പറേഷന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് UPSC തരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ എക്സാമിന്റെ ലാസ്റ്റ് മന്ത് വരെ നിങ്ങൾ റിവിഷൻ ചെയ്യലായിട്ടും നിങ്ങൾ പഠിക്കലായിട്ടും വരും. സോ ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, പ്രിലിംസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, കണ്ടന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എന്തുകൂടി വേണം, ഈ കണ്ടന്റിനെ സ്കില്ലാക്കി മാറ്റാനുള്ള എബിലിറ്റി കൂടി നമുക്ക് വേണം. പക്ഷെ ഇതിലേക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാത്ത ഒരുപാട് പേര് കാണാറുണ്ട്. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പഠിക്കുക എന്നുള്ളതിലാണ്. ഈ ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ദർ ഇസ് എ ഇഷ്യൂ വിത്ത് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കണ്ടന്റിലേക്കുള്ള ഒബ്സഷൻ മാറ്റിയിട്ട് നിങ്ങൾ പ്രാക്ടിക്കലിലേക്കുള്ള സാധനത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ വരേണ്ടത്. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളാണ്
ഇവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ബേസിക്കലി ഡിസ്കണക്റ്റഡ് വിത്ത് ടെസ്റ്റേഴ്സ് ആണ്. ഇവർക്ക് ടെസ്റ്റിനോട് ഒരു താല്പര്യമില്ല. അതേപോലെ തന്നെ ഈ ടെസ്റ്റിന്റെ ആളുകൾ ഇവർ ടെസ്റ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ദേ ആർ ഓൾവേസ് ഇൻ സ്റ്റക്ക് ബിറ്റ്വീൻ 60 to 80 മാർക്ക്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ആളുകളും ചിലപ്പം എന്തായിരിക്കും ഈ ഒരു ട്രാപ്പിലായിരിക്കും ഉണ്ടായി. 60നും 80നും ഇടയിൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പൊ UPSC ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക കട്ട് ഓഫിന്റെ തൊട്ടടുത്തായിരിക്കും നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക. അത് എല്ലാ വർഷവും നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു ഹോപ്പ്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 2 മാർക്കിനാണ് കട്ട് ഓഫ് പോയത്. സോ യു വിൽ ഫീൽ മോർ കോൺഫിഡന്റ്. അതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും ആ പ്രിപ്പറേഷൻ സൈക്കിൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. വീണ്ടും 2 മാർക്കിന് ഫെയിലർ ആവും. ഓക്കെ, ബട്ട് യു നെവർ തിങ്ക് ദാറ്റ് എന്തും ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാ തവണയും തൊട്ടടുത്ത് നിങ്ങൾ എത്തുന്നുണ്ട്. സോ യു നോ ദാറ്റ് യു ആർ വെരി ക്ലോസ്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ഓൾവേസ് ട്രാപ്പ് ഇൻ ടു ദി 60 to 80 മാർക്കിന്റെ ഇടയിലാണ് അവരെപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ട്രാപ്പ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ദർ ആർ അതർ കൈൻഡ് ഓഫ് പീപ്പിൾ ടെസ്റ്റ് സീരീസിൽ തന്നെ എന്ത് ചെയ്യും? ദേ വിൽ ബി ഗെറ്റിംഗ് എബോവ് 100. ഇതിനകത്ത് ആരെങ്കിലും ടെസ്റ്റ് സീരീസിൽ 100 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും? എല്ലാ ടെസ്റ്റ് സീരീസിലും പൊതുവെ ഇങ്ങനെ ആവറേജ്, എല്ലാ ടെസ്റ്റ് സീരീസിലെങ്കിലും മോസ്റ്റ്ലി ടെസ്റ്റ് സീരീസിൽ എത്ര നിങ്ങൾക്ക് എന്ത് കിട്ടാറുണ്ട്? ഒന്ന് അങ്ങനെയുള്ളവരാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് നെക്സ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? ഇപ്പം 100+ നിങ്ങൾക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ 90+ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ല. പക്ഷെ ടെസ്റ്റ് സീരീസ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റ് സീരീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ 100+ നിങ്ങൾക്ക് വരാറുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവാം. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗായത്രി, യെസ്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളേ ഉള്ളൂ. ഓക്കെ, നോയാണ്, കിട്ടാറില്ല. പക്ഷെ എന്താണ്, ഇപ്പൊ ഒരാൾ പറഞ്ഞു ബാക്കിയുള്ളവർ നിങ്ങൾക്ക് നിങ്ങൾ ഈ കാറ്റഗറി അല്ലെങ്കിൽ അല്ല. പക്ഷെ ചില ആളുകൾക്ക് എന്തായിരുന്നു, ദേ യൂസ് ടു ഗെറ്റ് അബോവ് 100. ബട്ട് മോസ്റ്റ്ലി എന്ത് സംഭവിക്കാറില്ല? അവർക്ക് ചിലപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പൊ അതിന് 2 സിറ്റുവേഷൻ ആണുള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് എത്തുമ്പോഴേക്കും നിങ്ങൾ ആങ്ഷ്യസ് ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോബ്ലം. You will be having content. You also will be having how to eliminate, but you are very anxious and എന്തല്ല നിങ്ങൾ സെറ്റിൽഡ് അല്ല എക്സാമിനേഷൻ ഹോളിൽ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യാറുണ്ട്? ഈ പ്രിലിംസ് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയി മാറും. ബിക്കോസ് പ്രിലിംസ് ഈസ് എ ഗെയിം ഓഫ് കോൺഫിഡൻസ് ഓൾസോ. അപ്പൊ കോൺഫിഡൻസ് കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ ഞാൻ ചെയ്തു, പഠിച്ചു, റിവിഷൻ ചെയ്തു, ടെസ്റ്റ് എടുത്തു, എല്ലാം ചെയ്തിട്ടും ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് കോൺഫിഡൻസ് ആൻഡ് യു ആർ ആൻഷ്യസ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിലിംസ് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഗെറ്റിംഗ് 100 മാർക്സ്. പക്ഷെ ഇവരെന്ത് ചെയ്യില്ല? ഇവരൊരിക്കലും ടെസ്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ ടെസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല? അനലൈസ് ചെയ്യില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഫ്രം വേർ ദേ ഗോട്ട് 100 മാർക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടെസ്റ്റ് സീരീസിൽ 100 മാർക്ക് മേടിക്കുമ്പോൾ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ ചില ടെസ്റ്റ് സീരീസിൽ 100+ കിട്ടും. കാരണം ടെസ്റ്റ് സീരീസിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും ടെസ്റ്റ് സീരീസിന്റെ മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് UPSCയിൽ നിങ്ങൾ ഒരിക്കലും 100ന്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടെസ്റ്റ് സീരീസിൽ 80 കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് UPSCയിൽ നിങ്ങൾക്ക് 80 കിട്ടുള്ളൂ, നിങ്ങൾ എക്സാമിനകത്ത് ജയിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു എന്നുള്ളതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റിൽ നിന്ന് എവിടുന്ന് മാർക്ക് വരുന്നു എന്നുള്ളൊരു തറോ അനാലിസിസ് നിങ്ങൾ ചെയ്യണം. സോ ഈ ഒരു 4 കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രിലിംസ് ഫെയിലർ ആവുന്നത്. ഇതിനകത്ത് പല ആളുകളും പല കാറ്റഗറിയിലായിരിക്കും. സ്വയം നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ പോകുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യു വിൽ ബി സ്റ്റക്ക് ഹിയർ 60 to 80 ട്രാപ്പ്. സോ മോസ്റ്റ് ഓഫ് ദ ആസ്പിരൻസ് ആർ സ്റ്റക്ക് ഹിയർ. പ്രിലിംസിനെ സംബന്ധിച്ചോളം 60 to 80 ട്രാപ്പിൽ നിങ്ങൾ സ്റ്റക്ഡ് ആണ്. അതിൽ നിന്ന് മാർക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് 90 കിട്ടിയേക്കാം, വീണ്ടും അങ്ങോട്ട് തന്നെ വരും 60 to 80 ട്രാപ്പിലേക്ക് തന്നെ വരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പ്രോബ്ലം നിങ്ങൾക്ക് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡിസിഷൻസ് എന്ത് ചെയ്യും? ഈ 50-50 ട്രാപ്പിലേക്ക് പോകും. നിങ്ങൾക്ക് 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, 2 ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തും. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അവരെന്ത് ചെയ്യും? 2 ഓപ്ഷനിലേക്ക് വരുന്നു, അതിൽ ഒരു ഓപ്ഷൻ എടുക്കുന്നു. ആ ഓപ്ഷൻ എന്താവും? നമ്മൾ ഏതൊക്കെ തൊട്ടാലും അതെന്തായി പോകും? തെറ്റിപ്പോകും, അല്ലെ? നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുന്നോ, എങ്ങനെ നിങ്ങൾ ഗണിച്ചെടുത്താലും 50-50 എത്തിയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എടുക്കുന്ന ഓപ്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ 50-50 ട്രാപ്പ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഇനിയിപ്പോ പ്രിലിംസ് പാസ്സായി എന്ന് വിചാരിക്കുക. പ്രിലിംസ് പാസ്സായി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് 3-4 മന്ത് നിങ്ങൾ ആക്ച്വലി പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓപ്ഷൻസിന്റെ നോട്ട് എന്തായിരിക്കില്ല? കറക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് GSന് കൃത്യമായിട്ടൊരു നോട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ യു വിൽ ഗെറ്റ് സ്റ്റക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ പ്രിലിംസ് കയറുക എന്നുള്ളതല്ല. പ്രിലിംസിനെ സംബന്ധിച്ചോളം നമുക്ക് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, പ്രിലിംസ് ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം ബിക്കം ആൻ IAS ഓഫീസർ, ബട്ട് പ്രിലിംസ് കനോട്ട് മേക്ക് യു ആൻ IAS ഓഫീസർ. പ്രിലിംസ് ജസ്റ്റ് ഒരു എൻട്രൻസ് ടെസ്റ്റ് മാത്രമായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ.
അപ്പൊ നിങ്ങൾ ഒരു IAS ഓഫീസർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മേക്കിംഗ് IAS ഓഫീസർ എന്ന് പറയുന്നതിന്റെ ഡ്യൂട്ടി എടുക്കുന്നത് മെയിൻ സ്റ്റേജിലുള്ള എക്സാമിനേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ക്ലിയറിംഗ് പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു 3 മാസം കൂടി നിങ്ങളുടെ ഫെയിലിയറിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മെയിൻസിന് ഫൗണ്ടേഷൻ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ചെയ്തില്ല. മെനി സ്റ്റുഡൻസ് ഈവൻ ഹാവിൻ റിട്ടൺ സിംഗിൾ എസ്സേ ഇത്രയും കാലത്തെ പ്രിപ്പറേഷൻസിനിടയിൽ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലം നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് 3 മണിക്കൂറിൽ 20 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതാണ് UPSCയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, ഹൗ മെനി ഓഫ് യു ആർ റിട്ടേൺ ഒരു 3 മണിക്കൂർ ഇരുന്ന് 20 ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ എന്നൊന്ന് പറയാമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എസ് പറയാമോ? ഇഫ് യു ഹാവ് ഡൺ ഇറ്റ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ മജോറിറ്റി സ്റ്റുഡൻസിന് പറ്റുന്ന ഒരാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആരായിരുന്നു? ഗൗതമായിരുന്നു. കൈവക്കി കണ്ടില്ല. അപ്പൊ ഒരാള് അബിയാണ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് അബി. 3 മണിക്കൂറിന്റെ എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 3 മണിക്കൂറിന്റെ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു 20 ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇന്നേ വരെ നമ്മൾ ആ 3 മണിക്കൂർ പോലും ഇരുന്ന് നോക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക. വാട്ട് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ യു ആർ ഗോൺ ത്രൂ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയുമായി നിങ്ങളുടെ ഒരു പെർഫോമൻസ് ജഡ്ജ് ചെയ്യുമ്പോൾ യു വിൽ ഫീൽ സെൽഫ് ഡൗട്ട്. കാരണം എന്താണ്, നിങ്ങൾക്ക് തോന്നുമ്പോ അയ്യോ ഇത് ഇത്രയും ചെയ്തിട്ട് എനിക്ക് വന്നില്ലല്ലോ, എന്നെ കൊണ്ട് ഇത് നടക്കുമോ എന്ന് വിചാരിക്കും. പക്ഷെ ദർ ഇസ് എ പാർട്ട് ടു എവരി എക്സാം അല്ലെ? ഈ UPSC എക്സാം പ്രിലിംസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ വൺസ് ദേ ക്ലിയർ പ്രിലിംസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അവർ പ്രിലിംസ് ക്ലിയർ ചെയ്യും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ പാത്ത്. ആ പാത്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിന് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, എങ്കിലും എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഒരു ഇതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ള ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഇനി നിങ്ങൾ നാളെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഇനി 2026 പ്രിപ്പറേഷൻ ചെയ്യുന്നവരാണല്ലോ എല്ലാവരും. അപ്പൊ നിങ്ങൾ ഇനി പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴും ഒരിക്കലും ഡോണ്ട് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ജസ്റ്റ് ബൈ സ്റ്റാർട്ടിങ് റീഡിങ് സം മെറ്റീരിയൽ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഓക്കെ ഞാൻ ഇനി മെയിൻസിന്റെ നോട്ട് ഉണ്ടാക്കട്ടെ, പോയിരുന്ന് മെയിൻസിന്റെ നോട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ദർ ആർ മെറ്റീരിയൽ ഔട്ട്സൈഡ്. ഇപ്പോഴത്തെ കാലത്ത് മെറ്റീരിയലിന് ഒരു പ്രോബ്ലം ഇല്ല അല്ലെ? ഇഷ്ടം പോലെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാനൊരു മെറ്റീരിയൽ എടുത്ത് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോണ്ട് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ലൈക്ക് ദാറ്റ്. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാതെയാണ് നിങ്ങൾ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. സോ ഇതിന് വേണ്ടിയിട്ട് റൈസപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ഇഫ് യു വാണ്ടഡ് ടു അനലൈസ് യുവർ പ്രീവിയസ് ഇയർ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ യു ക്യാൻ മീറ്റ് അസ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞങ്ങളുടെ റൈസപ്പിന്റെ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതിലേക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ ഷെഡ്യൂൾ. സോ വി വിൽ ബി ഗിവിംഗ് എ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സ്ലോട്ട് ഫോർ ഫ്രീ. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേപ്പറുമായി വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് ഗ്യാപ്സ് വന്നിട്ടുള്ളത്, അവിടെ ചിലപ്പോൾ ചില ആളുകൾക്ക് നോളജ് ഗ്യാപ്സ് ഉണ്ടാവും. സോ ഈ ഗ്യാപ്സ് എവിടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു 1 ഇയർ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഏരിയ എവിടെയായിരിക്കണം, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരൊറ്റ UPSC പേപ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി വാട്ട് യു ആർ ആൻഡ് ഹൗ യുവർ പ്രിപ്പറേഷൻ ഈസ് ഗോയിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാതെ, ഇതിനെ പറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കാതെ ഡോണ്ട് ഗോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ഫോർ 2026. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് yes, failure happened. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. But we accept that. We should move forward. Before that, we will understand what all the mistake we have done, so that we don't repeat the same mistake again in the next cycle. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈസപ്പിൽ നമ്മുടെ ബ്രേക്ക് ചെയ്യുന്നത്. 2026 റൈസപ്പിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു PDF പേര് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. 2 തരം പേരുകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ പേര് സെർച്ച് ചെയ്യുമ്പോൾ പച്ചയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ പേര് അവിടെ വരുന്നു. അല്ലെങ്കിൽ ടിങ് എന്നൊരു ഒച്ചയും കേട്ട് അവിടെ എന്തില്ല, സെർച്ച് നോ ഫൗണ്ട് എന്നുള്ള. ഈ സെർച്ച് നോ ഫൗണ്ട് കാണുക എന്നുള്ളതല്ല നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2026 പ്രിലിംസ് പാസ്സാവലല്ല, 2026 മെയിൻസ് പാസ്സാവലല്ല, 2026 നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ടോപ്പ് 100 വി ഷുഡ് ഫോക്കസ് ഓൺ. ബാക്കി ഏത് റാങ്കും ഒരേപോലെ തന്നെ, പക്ഷേ വി ഷുഡ് ഫോക്കസ് ഓൺ ടോപ്പ് 100. ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ആൻഡ് റൈസപ്പിന്റെ ടാർഗറ്റും ഫോർ ഓൺലി ഫോർ റിപ്പീറ്റേഴ്സ് ദിസ് ഈസ് 2026 ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സീ യുവർ നെയിം ഇൻ UPSC PDF എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രോമിസ്. വാട്ട് വി ആർ ഗോയിങ് ടു പ്രോമിസ് യു ഗൈസ് എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് ആണ് എന്നുള്ളതാണ്. സോ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അതിന് മുന്നേ ഈ ടാർഗറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾ എപ്പോഴും നോക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ഈ ടാർഗറ്റിൽ എത്തണമെങ്കിൽ മെയിൻസിന് നമുക്ക് എത്ര മാർക്ക് വേണം നമുക്കറിയാം. ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ 2ാം റാങ്ക്, ഈ വർഷത്തെ 2ാം റാങ്കുകാരന്റെ പേപ്പറാണ്. അപ്പൊ ഇതിന്റെ മാർക്ക് ഷീറ്റ് നോക്കുവാണെങ്കിൽ SIക്ക് 144 ഉണ്ട്. നിങ്ങൾ SIക്ക് 144 ഒന്നും മേടിക്കണ്ട. SIക്ക് ഒരു 120+ മേടിച്ചാൽ മതി. ഓക്കെ, 144 വേണ്ട.
ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 100+ നിങ്ങൾക്ക് മേടിക്കാം. അതേപോലെ തന്നെ പേപ്പർ 2-ലാണെങ്കിൽ ഒരു 110+ മേടിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ പേപ്പർ 4-ഉം 120+ മേടിക്കാം എത്തിക്സിനെ സംബന്ധിച്ചോളം. ഓപ്ഷനിൽ എല്ലാം കൂടി നിങ്ങൾക്ക് ഒരു 270 അല്ലെങ്കിൽ 280+ മേടിക്കാം. ഇന്റർവ്യൂ അഗെയിൻ ലൈക്ക് 180+ is good mark. So if you are at least getting this mark, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ടോപ്പ് 100-ലേക്ക് നിങ്ങൾ വരും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചില മാർക്കുകൾ നോക്കി, GS3 മാർക്ക് കുറവാണ്. GS3 100+ അടിച്ച ആളുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്. അതുപോലെ പേപ്പർ 1 ഇവിടെ നോക്കിക്കേ 117 മാർക്കേ ഉള്ളൂ സെക്കൻഡ് റാങ്ക് ആയിട്ട്. പക്ഷെ ഇന്റർവ്യൂവിന്റെ മാർക്ക് 187 എബോവ് ആവറേജ് മാർക്കാണ്. അതേപോലെ തന്നെ എത്തിക്സിനും 121 പേപ്പർ 2-ന് 121 ഈസ് വെരി വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്കാണ്. സോ ഇവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റൈറ്റ് സ്റ്റെപ്പിലേക്ക് ഉള്ള വ്യത്യാസം, നിങ്ങളുടെ മാർക്കിലേക്കുള്ള വ്യത്യാസം നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു മാർക്ക്, ഒരു പാറ്റേൺ നിങ്ങൾ എത്തി. നിങ്ങൾ വലിയ മാർക്ക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ യു ഡോണ്ട് ഹാവ് ടു ടാർഗറ്റ് ഹയർ മാർക്ക്. ഇനി നിങ്ങൾ 1-2 വിഷയത്തിന് നല്ല മാർക്കും ബാക്കി എല്ലാ മാർക്കിനും ആവറേജ് മാർക്ക് മേടിച്ചാലും again you will be in the top 100. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. 2 പേപ്പറിന് എന്ത് മേടിക്കുന്നു, എബോവ് മീൻസ് ബെസ്റ്റ് മാർക്ക് മേടിച്ചിട്ടുണ്ട് GS2-നും. അതേപോലെ തന്നെ SAയ്ക്കും എക്സ്ട്രീംലി ഗുഡ് മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഈ വർഷം 80 ആണ് SAന്റെ ആവറേജ്. പക്ഷെ അപ്പൊ നിങ്ങൾ നോക്കിയ ഗ്യാപ്പ് നോക്കി, എത്ര മാർക്കിന്, 60 മാർക്കിന്റെ ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കുട്ടി, ഈ സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 2 പേപ്പറിന് എക്സ്ട്രീം മാർക്ക് മേടിക്കാം, ബാക്കി എല്ലാത്തിനും ആവറേജ് മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഇത് നോക്കി കുറച്ചുകൂടി എന്താണ്, ഒരു ആവറേജ് മാർക്കാണ് എല്ലായിടത്തും. 113 SAയ്ക്കുള്ളൂ, മറ്റേത് 143 ആണ്. ഇവിടെ 106, 124, 104, 122 എത്തിക്സിന് ഗുഡ് മാർക്കാണ്. അതേപോലെ തന്നെ ഓപ്ഷനിലും അത്യാവശ്യം ആവറേജിന്റെ മുകളിലുള്ള മാർക്ക് ഉണ്ട്. സോ 851 ആണ്. 851 ആണ് ഇയാൾക്കും കിട്ടിയിട്ടുള്ളത്. മെയിൻസിൽ ഇവിടെയും 851 ആണ് വന്നിട്ടുള്ളത്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് എന്താണുള്ളത്, ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഇന്റർവ്യൂവിന്റെ മാർക്ക് ഇവിടെ 187-ഉം 165. ഈ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഈ രണ്ടാമത്തെ ആള് 20th റാങ്കും ഇയാള് സെക്കൻഡ് റാങ്കും ആയിട്ടുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ഇന്റർവ്യൂവിൽ വന്നിട്ടുള്ള ഏകദേശം 10 മാർക്ക് 20 മാർക്സിന്റെ അടുത്തുള്ള ഡിഫറൻസിൽ തന്നെ 20 റാങ്ക്സ് ആണ് എന്ത് ചെയ്യുന്നത് UPSC-ൽ മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ മാർക്കും മെയിൻസിന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലാസ്റ്റ് 3 മന്ത്, ഈ വർഷത്തെ മെയിൻസിന്റെ പ്രിപ്പറേഷന് റിസൾട്ട് വന്നിട്ട് ഏകദേശം 68 ഡേയ്സേ കിട്ടിയിട്ടുള്ളൂ. സോ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് യുവർ പ്രിപ്പറേഷൻ ഓൺലി ആഫ്റ്റർ പ്രിലിംസ്, ഈ മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ ഇതെല്ലാം ടോപ്പേഴ്സ് ആണെങ്കിലും മുന്നേ എല്ലാം മെയിൻസിനും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രിലിംസിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ 2026-ലേക്ക് പോകുന്ന സമയത്ത് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് 2026-ലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു റോഡ് മാപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ UPSC ആസ്പിറന്റും അല്ലെങ്കിൽ ഓരോ മെയിൻസ് എഴുതുന്ന കുട്ടിയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ആൻസർ വരുന്ന സമയത്ത് അവിടുന്ന് ഉണ്ടാക്കിയ ആൻസർ എഴുതുന്നതല്ല. നമ്മൾ ഓൾറെഡി ഒരു ആൻസറിന്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, കൺക്ലൂഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അതിനകത്തുള്ള ബോഡിക്കുള്ള പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിനെ ടീക്ക് ചെയ്തിട്ട് ആ പോയിന്റ്സ് ഓരോ ക്വസ്റ്റ്യൻ്റെ അണ്ടറിലും പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു ജോബ് മാത്രമാണ് എക്സാമിനേഷൻ ഹോളിൽ നമ്മൾ ചെയ്യുന്നത്. യു ഡോണ്ട് തിങ്ക് ദാറ്റ് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും എക്സാമിനേഷൻ ഹോളിൽ എഴുതുന്നു എന്നുള്ളത്. എക്സാമിനേഷൻ ഹോൾ ഇസ് ഓൾ അബൌട്ട് മസിൽ മെമ്മറി. നിങ്ങൾ ഒരുപാട് കാലം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ ഹോളിൽ പോയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ പോയിട്ട് ഞാനൊരു ആൻസർ മേക്ക് ചെയ്യാം എന്ന് പറയുന്നത് ശരിയാവില്ല. ചില സമയത്ത് നിങ്ങൾ മേക്ക് ചെയ്യേണ്ടി വരും. ഒരു നല്ല ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു ഷെഫും കുക്കും തമ്മിലുള്ള ഡിഫറൻസ് പോലെയാണ് ഒരു നല്ല ഒരു ആൻസർ റൈറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത്. ഒരു ഷെഫും ഒരു കുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? ഷെഫും കുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആരെങ്കിലും പറയാമോ? പ്രൊഫഷണൽ ലെവലാണ്, കുക്ക് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ. ഓക്കെ, ഷെഫ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആണ്, കുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സാധാരണ എല്ലാവരും ഇല്ലേ, നമ്മളെല്ലാം കുക്കാണ്, ഷെഫ് ഒരു പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ പറയും. ശരി, ആക്ച്വലി കുക്കും ഷെഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്ക് ഓൾവേസ് ഫോളോ എ റെസിപ്പി അല്ലേ. കുക്ക് എന്ത് ചെയ്യുന്നു, കുക്കിന് ഓൾറെഡി ഉള്ള ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ ആ റെസിപ്പി ഫോളോ ചെയ്തിട്ട് കുക്ക് എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കുക്ക് ചെയ്യുന്നത്. സോ ദർ ഈസ് എ ഓൾറെഡി ഒരു റെസിപ്പി ഉണ്ട്, ആ റെസിപ്പി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു കുക്ക് ചെയ്യുള്ളൂ. പക്ഷെ വേറെ ഷെഫിനെ സംബന്ധിച്ചോളം വാട്ട് എവർ റിസോഴ്സസ് അവൈലബിൾ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഹി വിൽ മേക്ക് എ ഫുഡ്. സോ നിങ്ങൾ ചില ആളുകൾ കണ്ടില്ലേ, അവർക്ക് ഇന്ന സാധനം വേണ്ട, അവർക്ക് എന്ത് കൊടുത്താലും അത് വെച്ച് അവരൊരു ഫുഡ് ഉണ്ടാക്കും. ദീസ് പീപ്പിൾ ആർ ഷെഫ്. കുക്ക് എന്ന് പറയുന്ന ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നതാണ്. ഒരു നല്ല ആൻസർ റൈറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് എ പ്രീ സെറ്റ് റെസിപ്പി
ദാറ്റ് ഈസ് ദീസ് ടെംപ്ലേറ്റ്സ്. ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, അതിനകത്തുള്ള ഫാക്ട്സ് വേണം, കൺക്ലൂഷൻസ് വേണം. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ ജസ്റ്റ് ഫോളോയിങ് ദ റെസിപ്പി ഇൻ ദി എക്സാമിനേഷൻ ഹോൾ. ബട്ട് ദർ വിൽ ബി ഫ്യൂ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ബൗൺസേഴ്സ്. നിങ്ങൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ അവിടെ പോയിട്ട് ഇരുന്ന് എഴുതേണ്ട ക്വസ്റ്റ്യൻ വരും. വേർ യു നീഡ് ടു ബി എ ഷെഫ്. വേർ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് നിങ്ങളിൽ ഉണ്ട്, പക്ഷെ ഈ ടോപ്പിക്ക് റിലേറ്റഡ് അല്ല, പക്ഷെ നിങ്ങളിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടന്റുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പുതിയ ക്വസ്റ്റിന്, ഇതുവരെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദർ യു ബിക്കം എ ഷെഫ്. സോ ഇങ്ങനെ ആയിരിക്കണം നല്ലൊരു ആൻസർ റൈറ്റ് എഴുതുന്ന ഒരാൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ പഠിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുക. ഇനി 2026 പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ഡിസംബർ വരെ ടൈം ലൈൻ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പഠനം തുടങ്ങരുത്. അങ്ങനെ പഠനം തുടങ്ങി കഴിഞ്ഞാൽ ഐ പ്രോമിസ് യു അറ്റ് ദ എൻഡ് ഓഫ് ഡിസംബർ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ യു വിൽ എൻഡ് അപ്പ് സെയിങ് ദാറ്റ് സമയം അവിടെ പോയി ഇവിടെ പോയി ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങൾ വന്നു, അപ്പം പെട്ടെന്ന് സമയം പോയി, ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ആകെ 2-3 ടോപ്പിക്കിന് നോട്ട്സ് ഉണ്ടാക്കി. ആൻഡ് യു വിൽ ഓൾസോ സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം ഫോർ ചെറിയൊരു സബ്ജക്റ്റിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് അവിടെ കുറെ സമയം നിങ്ങൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ ആസ്പിറൻസിന്റെ ഇടയിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഡിഫറെന്റ് ഫേസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നാളെ തുടങ്ങുകയാണ്. ജൂലൈ ടു ഒക്ടോബർ ആണ് ഫസ്റ്റ് ഫേസ് പറയുന്നത്. ഈ ജൂലൈ ഒക്ടോബറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട് എന്ന് പറയുന്നത് മെയിൻസും ഓപ്ഷനിലും ആയിരിക്കണം. അതായത് നമ്മുടെ സിലബസിൽ മെയിൻസ് ഓൺലി സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ സൊസൈറ്റി വരുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, IR, ഇന്റേണൽ സെക്യൂരിറ്റി, ഇതൊക്കെ മെയിൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. പൊതുവേ നമ്മൾ പ്രിലിംസ് ആകുമ്പോഴേക്ക് ഇതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇതിനെപ്പറ്റി വലിയ ബോധേഡ് ആയിരിക്കില്ല. പക്ഷെ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് എന്ത് ചെയ്യും, നമുക്ക് ഈ ജൂലൈ ടു ഒക്ടോബർ ഫേസ് 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒക്ടോബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഓപ്ഷനിലും അതേപോലെ തന്നെ മെയിൻസ് ഓൺലി സബ്ജക്റ്റുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നീടാണ് രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത്, വിച്ച് ഇസ് ഫേസ് 2, വേർ നവംബർ ടു ഡിസംബർ വി വിൽ സ്റ്റാർട്ട് മെയിൻസിനും പ്രിലിംസിനും ഓവർലാപ്പ് ചെയ്ത് വരുന്ന സബ്ജക്ട്, ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററി അല്ലെ, ഇങ്ങനെയുള്ള ഓവർലാപ്പ് ചെയ്ത് വരുന്ന സബ്ജക്റ്റുകളുടെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എന്തായാലും വീണ്ടും പഠിക്കും, പക്ഷെ മെയിൻസ് പെർസ്പെക്റ്റീവിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമ്മൾ എന്തും ചെയ്യും, പ്രിലിംസിന്റെ ഒരു റിവിഷനും ഇതിന്റെ കൂടെ കഴിഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ട്സ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് ജനുവരി ടു മെയ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിലിംസ് ഓൺലി ഫോക്കസ് സബ്ജക്റ്റും അതേപോലെ നമ്മൾ ഇത്രയും കാലം പഠിച്ച ആൻസർ റൈറ്റിംഗ് അവിടെ ഇട്ടിട്ട് പോകാനുള്ളതല്ല. അപ് ടു ഫെബ്രുവരി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിക്കോസ് യു ഓൾറെഡി ഹാവ് ആൻ ഹെഡ് സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും വറി ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ ആൻസർ റൈറ്റ് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം തൊട്ട് ഒന്നുകൂടി പിക്ക് ചെയ്തെടുക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ യുവർ ആൻസർ റൈറ്റിംഗ് ടിൽ ഫെബ്രുവരി. ഡെയിലി ഒരു ആൻസർ എഴുതിയാൽ മതി ഈ ഒരു സമയത്ത്, ജനുവരി ടു ഫെബ്രുവരി. ദെൻ ജനുവരി ടു മെയ് യു വിൽ ബി ഫോക്കസിങ് മെയിൻലി ഓൺ പ്രിലിംസ്. ദെൻ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻസ് പ്രിപ്പറേഷൻ പീരീഡ് ആണ്. സോ ഇവിടെയാണ് നമ്മൾ ഓഗസ്റ്റ് വരെ, ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ എന്തായിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി മെയിൻസ് പ്രിപ്പറേഷൻ ആയിരിക്കും, വിച്ച് ഇസ് ദർ കൂടുതൽ ഇന്റൻസീവ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ആൻസർ, ഫുൾ ലെങ്ത് ആൻസേഴ്സ്, മസിൽ മെമ്മറി ആണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സ്കോർ 800+ ഇൻ മെയിൻസ്. സോ അതിലേക്കുള്ള ഒരു റോഡ് മാപ്പ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ഫേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് നോട്ട് മേക്കിംഗ്. അതേപോലെ തന്നെ ഓപ്ഷനിലും നമ്മൾ സമയം കൊടുക്കണം, ആൻസർ റൈറ്റിംഗിന് കൊടുക്കണം. ആൻസർ റൈറ്റിംഗ് കൊടുക്കുമ്പോൾ ദർ ഇസ് എ ഡിഫറൻസ്, വിൽ ഡിസ്കസ് ദാറ്റ്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഈ 4 ആസ്പെക്ട്സുകളാണ് നമ്മൾ ജൂലൈ ടു ഒക്ടോബർ വരുന്ന ഒരു 3 മാസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് നോട്ട് മേക്കിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പം, ഒരു നോട്ട് മേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സിലബസിന്റെ എല്ലാ ഭാഗവും എടുത്തിട്ട് അതിനകത്ത് ഓരോ കീവേഡിന്റെ നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജി അല്ല. UPSC ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ തീംസ് അല്ലെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PYQs നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് തീംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ തീംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദാറ്റ് അതിലുള്ള കീവേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് GS 1 വരുന്ന ഒരു ഏരിയ ആണ്. എല്ലാ വർഷവും ഓൾമോസ്റ്റ് എത്ര 75+ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്നത് കാണാൻ പറ്റും. 75 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾ ഡോട്ട് മേക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടോപ്പിക് ഒന്ന് തീംസ് ആക്കി മാറ്റി നോക്കാം. ജെൻഡർ ഇഷ്യൂസ്, അതല്ലെങ്കിൽ വൾനറബിൾ സെക്ഷന്റെ ഇഷ്യൂസ്. അപ്പൊ ഇതൊരു സെഗ്മെന്റ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം ചോദിക്കും. ഒന്ന് ജെൻഡർ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് വുമന്റെ ഇഷ്യൂസ് വരും, അതേപോലെ തന്നെ LGBTQന്റെ ഇഷ്യൂസ് വരും. അതേപോലെ തന്നെ വൾനറബിൾ സെക്ഷനിൽ നിങ്ങൾക്ക് അറിയാം, വുമൺ ഓൾറെഡി വി ഡിസ്കസ്ഡ്, ചൈൽഡിന്റെ ഇഷ്യൂസ് വരും അല്ലെ. അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഇഷ്യൂസ് വരും, സഫായി കർമ്മചാരീസിന്റെ ഇഷ്യൂസ് വരും, വേറെ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ ഇഷ്യൂസ് വരും. സോ ലൈക്ക് ദിസ്. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ ഫൈൻ. സോ
ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ ഒക്കെ രീതിയിൽ വൾനറബിൾ സെക്ഷൻ. സോ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് നമ്മൾ നോട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓരോ സെഗ്മെന്റിന്റെയും പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർക്കുള്ള ഗവൺമെന്റിന്റെ സ്കീംസ് എന്താണ്, അതിനുള്ള വേ ഫോർവേഡ് എന്താണെന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് വരും. 1 question വിൽ ബി ഷുവർ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് മെയിൻസിൽ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വർഷം ചോദിക്കാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ് അർബനൈസേഷൻ, പോപ്പുലേഷൻ, റീജിയണലിസം, ഗ്ലോബലൈസേഷൻ. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷനും റീജിയണലിസവും അർബനൈസേഷനും അല്ലെങ്കിൽ പോപ്പുലേഷനും ഒക്കെ ആയിട്ട് എന്താണ് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഒരു എണ്ണത്തിൽ നിങ്ങൾ പഠിക്കുന്ന പോയിന്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം, ഇവിടെ ഉപയോഗിക്കാം. ജസ്റ്റ് ആ പോയിന്റിനെ ഒന്ന് മാറ്റി ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. സോ ദാറ്റ് വി വിൽ ട്രെയിൻ യു ലേറ്റർ. അത് കുറച്ച് സമയം എടുത്ത് നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ഒരു ഏരിയ ആണ്. പക്ഷെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏരിയയിലുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് ഇപ്പൊ വൾനറബിൾ സെക്ഷനും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഓൾഡ് ഏജിനുള്ള ഒരു പ്രോബ്ലം തന്നെ ആയിരിക്കാം ചിലപ്പോൾ വുമണിനും സെയിം ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പം ഓൾഡ് ഏജിനകത്ത് തന്നെ ഫീമെയിലിന്റെ ഇഷ്യൂസ് നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജെറിയാട്രിക് കെയറിന്റെ ഇഷ്യൂസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വുമണിനും എന്ത് ചെയ്യാം, ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉപയോഗിക്കുന്ന അതേ പോയിന്റിനെ തന്നെ വേറൊരു ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു തീമാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കേണ്ട വേറൊരു തീമാണ് കാസ്റ്റ് ബേസ്ഡ് ഐഡന്റിറ്റീസ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്. കാസ്റ്റ് ബേസ്ഡ് ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ട് എല്ലാ വർഷവും അല്ല, ഓരോ ഓൾട്ടർനേറ്റീവ് ഇയറിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗ്ലോബലൈസേഷൻ ഓർ അർബനൈസേഷൻ അല്ലെങ്കിൽ റീജിയണലിസം ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ദർ വിൽ ബി റിപ്പീറ്റഡ് കറന്റ് അഫയേഴ്സ് തീംസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മെയിൻസ് വളരെ പ്രെഡിക്റ്റബിൾ ആണ്. പ്രിലിംസ് നിങ്ങൾ പ്രെഡിക്റ്റബിൾ അല്ല എന്ന് പറയെങ്കിലും മെയിൻസ് ഈസ് ഹൈലി പ്രെഡിക്റ്റബിൾ. നിങ്ങൾ നോക്കിയാൽ മതി, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ജെൻഡർ ഇഷ്യൂസ് ആൻഡ് വൾനറബിൾ സെക്ഷൻ എന്ന് വന്നുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയിട്ടുള്ളതാണ്. വുമൺ എംപവർമെന്റ്, ജെൻഡർ ഇക്വാലിറ്റി. വി ഓൾറെഡി മെയ്ഡ് അവർ നോട്ട് അല്ലെ, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യനും അഗെയിൻ വുമൺ ഇഷ്യൂസ് ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. വൈ ദർ ഈസ് എ ഇൻക്രീസ് ഇൻ സൂയിസൈഡ് ഇൻ എമോങ് വുമൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അഗൈൻ വൾനറബിൾ സെക്ഷൻ ആണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള ചോദ്യമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ട്രൈബൽ നോളജ് ആൻഡ് കൾച്ചറൽ സിസ്റ്റം, അവരുടെ മെയിൻ സ്ട്രീം നോളജിനെ പറ്റി ഉപയോഗിക്കുന്നത്. ഇത് കൾച്ചറൽ ഡൈവേഴ്സിറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. ഓക്കെ, സോ ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. വേറെ സെക്ഷൻ അർബനൈസേഷൻ, പോപ്പുലേഷൻ, റീജിയണലിസം, ഗ്ലോബലൈസേഷന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ അർബനൈസേഷനുമായിട്ടുള്ള അതിന്റെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അർബൻ മൈഗ്രേഷൻ പറ്റിയാണ് പറയുന്നത്. അൺമാരീഡ് വുമൺ മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ മൈഗ്രേഷൻ അർബനൈസേഷന്റെ ഇഷ്യൂസിന്റെ ആയി ബന്ധപ്പെട്ടാണ്. വീണ്ടും അർബനൈസേഷന്റെ ഇഷ്യൂസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഡിസ്കസ് ദ മെയിൻ പോയിന്റ് ഓഫ് അച്ചീവിംഗ് ദം ഇൻ ഡീറ്റെയിൽസ്. സോ പോപ്പുലേഷന്റെ പറ്റിയിട്ടാണ്, പോപ്പുലേഷൻ, എഡ്യൂക്കേഷൻ, ഡെമോഗ്രാഫിക് ഡിവിഡൻസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ എന്താണ്, റിപ്പീറ്റഡ് തീംസ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കാസ്റ്റ് ബേസ്ഡ് ഐഡന്റിറ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക് മാർജിനൽ കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്. സെക്ട്, കാസ്റ്റ് ഫ്ലൂയിഡ് ആണോ, സ്റ്റേബിൾ, സ്റ്റാറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റർ കാസ്റ്റ് മാരേജിനെ പറ്റിയിട്ടും ചോദ്യം വരുന്നുണ്ട്. സെയിം ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ്സ് സിമിലർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളുടെ പോയിന്റ്സ് മാറ്റണം. ഇതേപോലെ കറന്റ് അഫയേഴ്സ് ബേസ് ചെയ്തും ചോദ്യം വരുന്നത്. പക്ഷെ ഹൈലി പ്രെഡിക്റ്റബിൾ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ചൈൽഡ് കഡലിംഗ് ഈസ് നൗ ബീങ് റീപ്ലേസ്ഡ് ബൈ മൊബൈൽ ഫോൺസ്. അല്ലെ, നമ്മളെല്ലാവരും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് ഇപ്പൊ ഭക്ഷണം എല്ലാ പാരന്റ്സും കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി കോമൺ ഇഷ്യൂ. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിപ്പോർട്ട്സും ഒരുപാട് എഡിറ്റോറിയലും വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ഇഷ്യൂ. അതെന്ത് ചെയ്തിട്ടുണ്ട്, UPSC കഴിഞ്ഞ വർഷം ചോദിച്ചു. അതേപോലെ തന്നെ ഇതിനകത്ത് വർക്ക് ഫ്രം ഹോമിന്റെ ഇമ്പാക്ട് ചോദിക്കുന്നത് UPSC വളരെ ബിഗ് ഇഷ്യൂ ആയിരുന്നു. ഗിഗ് എക്കണോമി റിലേറ്റഡ് ഇഷ്യൂ. ഇതൊന്നും പഠിക്കാതെ ആ സമയത്ത് ആരും എന്ത് ചെയ്തിട്ടില്ല, മെയിൻസ് എഴുതാൻ പോയിട്ടുണ്ടാവില്ല. സോ അതേപോലെ തന്നെ ക്രിപ്റ്റോഗ്രഫി, അതെങ്ങനെയാണ് ഗ്ലോബൽ സൊസൈറ്റിയെ ബാധിക്കുന്നത് എന്നുള്ളത്. സോ ഇതൊരു കറന്റ് അഫയേഴ്സ് ഓറിയന്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് അഫയേഴ്സിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തീം ഐഡന്റിഫൈ ചെയ്യും. ഈ തീം ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ ഇവിടെ കറന്റ് അഫയേഴ്സ് ക്ലാസ് റൈസപ്പിന് കറന്റ് അഫയേഴ്സ് പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലും ഈ തീം ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, അതുപോലെ ക്ലാസ് എടുത്തു തരിക. അതുകൊണ്ട് തന്നെ ഇതിന്റെ നോട്ട് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് ഞാൻ പറഞ്ഞു നോട്ട് മേക്കിംഗ് അല്ല, ആൻസർ റൈറ്റിംഗ്. ഈ ഫസ്റ്റത്തെ 3 മന്ത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ചില ആളുകൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ആൻസർ എഴുതുമ്പോൾ 7 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കണമല്ലോ, അപ്പൊ 7 മിനിറ്റ് എടുക്കട്ടെ, 7 മിനിറ്റിനുള്ളിൽ കവർ ചെയ്യാന്നുള്ളതാണ്. ടൈം ഈസ് നോട്ട് അവർ ടാർഗറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സമയത്തിനുള്ളിൽ ഒരു മോശം ആൻസർ എഴുതുക എന്ന് പറയുന്നത് വലിയ ഒരു അടിപൊളി സംഭവം അല്ല. നമുക്ക് സമയത്തിനുള്ളിൽ നല്ലൊരു ആൻസർ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. ഓക്കെ, നിഖിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, സോ സമയത്തിനുള്ളിൽ കൃത്യമായി കിട്ടിയ സമയത്തിനുള്ളിൽ നല്ലൊരു ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ടൈം ഫാക്ടറിനെ മാത്രം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ആൻസറിന്റെ സ്ട്രക്ചറിങ് നന്നാവില്ല. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ആൻസർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്.
അതായത് നമുക്ക് ആദ്യം നല്ലൊരു ആൻസർ മനസ്സിലാവേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ക്വസ്റ്റിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് പഠിക്കണം. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പ്ലെയിൻ ആയിരിക്കും, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പാർട്സ് ഉണ്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് നമ്മൾ നടത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെയും ഡിഫറെന്റ് പാർട്സ് എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ ക്വസ്റ്റ്യന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പൊ നെക്സ്റ്റ് 3 months നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ 7 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഇനിഷ്യലി ആൻസർ എഴുതിക്കോട്ടെ, പ്രശ്നമല്ല. പക്ഷെ എന്ത് ചെയ്തിരിക്കണം, ഓരോ ക്വസ്റ്റിന്റെയും പാർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ ആൻസർ സ്ട്രക്ചറിങ് കൃത്യമായിട്ടാണോ വരുന്നത്. ചില ആൻസറിന് 3 പാർട്ട് ഉണ്ടാവും, ചില ആൻസർ 4 പാർട്ട് ഉണ്ടാവും. ഇത് എങ്ങനെ എഴുതാം, ചില ആളുകൾ പോയിന്റ് ഫോർമാറ്റിൽ എഴുതും, ചില ആളുകൾ പാരഗ്രാഫ് ആയിട്ട് എഴുതും, അല്ലെങ്കിൽ ഇതിനകത്ത് ഫ്ലോ ചാർട്ട്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ട്രക്ചറിങ് ഏരിയയിൽ നമ്മൾ നോക്കുക. അതേപോലെ തന്നെ പോയിന്റ് ജനറേഷൻ ടെക്നിക്ക്, നിങ്ങൾക്ക് പോയിന്റ്സ് അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലോബലൈസേഷന്റെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് റീജിയണലൈസേഷന്റെയും പോയിന്റ് കുറച്ച് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ പോയിന്റ് ജനറേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ഗ്ലോബലൈസേഷന്റെ കുറെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ റീജിയണലിസം എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷനിൽ നിങ്ങൾ പഠിച്ച പല പോയിന്റ്സുകളും ഇതേ ഓപ്പോസിഷൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് റീജിയണലിസത്തിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, സോ ഇങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഓരോ ആസ്പെക്റ്റിലും മെയിൻസിന് എല്ലാത്തിനും പോയിന്റ് പഠിക്കുകയല്ല നമ്മൾ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന പോയിന്റ് ക്രോസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ GS2 പഠിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ ചിലപ്പോൾ GS1 എടുക്കും, GS1 പഠിച്ച് GS4 എടുക്കും. നമ്മൾ പല സ്ഥലങ്ങളിൽ പഠിച്ച പോയിന്റിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ദാറ്റ്സ് വാട്ട് ഷെഫ് ഡു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആൻസറിനെ ഡൈവേഴ്സിഫൈ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റ് ജനറേഷൻ ടെക്നിക്ക് നിങ്ങളെ പഠിക്കണം. ആ പോയിന്റ് ജനറേഷൻ ടെക്നിക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളതിലാണ് അവിടെ മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ കണ്ടന്റ് എടുത്തിട്ട് അതേ കണ്ടന്റ് വെച്ചിട്ട് വേറൊരു ആൻസർ എങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നൊരു ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ജനറേഷൻ ടെക്നിക്സ് പഠിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ടോപ്പറും ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ ഒന്നും മനസ്സിൽ പ്ലാൻ ചെയ്യാതെ അവിടെ പോയിട്ട് എക്സാം എഴുതുകയല്ല ചെയ്യുന്നത്. സർട്ടൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ദെയർ യു വിൽ സേവ് ടൈം ആസ് വെൽ ആസ് ഞാൻ പറഞ്ഞ പോലെ ആലോചിക്കാനുള്ള സമയമില്ല. ഇവിടെ നമ്മൾ ഫൈനലിലേക്ക് എത്തുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എങ്ങനെ എഴുതാം, കൃത്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഹിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം അത് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, കണ്ടന്റ് ഡിഫറൻസിയേഷൻ എന്തുകൊണ്ട്, ഇത്രയും കാര്യങ്ങളാണ്, ഈ 6 കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് 3 months. ഫസ്റ്റ് 3 months വാട്ട് വി വിൽ ഫോക്കസ് ഓൺലി ഇൻ ദിസ് 6 matter, നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദി ആൻസേഴ്സ്. നിങ്ങൾ ക്വാളിറ്റി ഓഫ് ആൻസറിലായിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ 10 മിനിറ്റോ 12 മിനിറ്റോ ഡസന്റ് മാറ്റർ. പക്ഷേ you should understand what is good structure, what is a good interpretation, how points should be generated, how to write a good conclusion and introduction, എങ്ങനെ നമുക്ക് ആൻസേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ബാക്കിയുള്ള ആൻസേഴ്സുമായിട്ട് എന്നുള്ളൊരു ഫോക്കസ് ആയിരിക്കും ഫസ്റ്റ് 3 months പോകുന്നത്. അതേപോലെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ഫ്രം റൈസ് വി വിൽ ബി ഗിവിംഗ് യു മെന്റർഷിപ്പ് ഫ്രം ഈ ഓപ്ഷൻ സബ്ജക്ട്. നമുക്ക് എല്ലാ സബ്ജക്റ്റും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയുന്ന സബ്ജക്ട് വി വിൽ ഓൾസോ സപ്പോർട്ട്, അതർവൈസ് വി വിൽ ഓൾസോ മോട്ടിവേറ്റ് യു ടു ഡു ഇറ്റ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ബൈ October യു ഷുഡ് ഫിനിഷ് യുവർ ഓപ്ഷണൽ സബ്ജക്ട്. അതിനുവേണ്ടി നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഡെയിലി 3 hours, അത് എസ്പെഷ്യലി മോർണിംഗ് അവേഴ്സ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാ. സോ ഇഫ് യു ആർ എ പേഴ്സൺ മേക്കിംഗ് 7 o'clock എണീക്കുന്ന ഒരു 7 o'clock തൊട്ട് പഠിക്കുന്നവരാണെങ്കിൽ 7 to 10 എന്ത് ചെയ്യാൻ നോക്കുക, ഓപ്ഷനിൽ കംപ്ലീറ്റ് ചെയ്യുക, ഓപ്ഷനിൽ വായിക്കുക. അതിനുശേഷം നിങ്ങൾ GS പഠിച്ചാൽ മതി. അപ്പം ഫസ്റ്റത്തെ ഒരു 3 മണിക്കൂർ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ വേണ്ടി കൊടുക്കുക. അതിനെന്ത് ചെയ്യരുത്, ഓരോ വീക്കിലി ടൈം ടേബിൾ. ഇപ്പൊ ഈ വീക്കിൽ നിങ്ങൾ ആദ്യത്തെ 2 ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ രാത്രി 2 ചാപ്റ്റർ എന്ന് പറഞ്ഞ് ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം ആ ചാപ്റ്ററിൽ നിന്നുള്ള PYQ ആ വീക്കെൻഡിൽ എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. അതെന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് മേടിക്കുക. അതുപോലെ തന്നെ മോഡൽ ആൻസർ ഓപ്ഷനെ പറ്റി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പറ്റിയിട്ടുള്ള കോച്ചിങ് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് കയറും. സോ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ phase 2 എത്തും. phase 2 എത്തുമ്പോൾ നവംബർ തൊട്ടാണ് നമ്മൾ വരിക. സോ നവംബർ ടു ഡിസംബർ ലാസ്റ്റ് 2 months ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കോംപ്രിഹെൻസീവ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഓവർലാപ്പ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് നമ്മൾ ഇവിടെ എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ആൻസർ റൈറ്റിംഗിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ ക്വാളിറ്റി ഓഫ് ആൻസർ അറിയാം. ഇനി ഇത് ടൈമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ ഞങ്ങൾ ടൈമിൽ റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈമിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ യു ഷുഡ് റൈറ്റ് ആൻ ആൻസർ വിത്തിൻ 7 minutes എന്ന് എഴുതിയിരിക്കണം. അപ്പൊ ഫസ്റ്റ് എന്ത് സംഭവിക്കും, ഇത്രയും നേരം ക്വാളിറ്റി ആൻസർ ചെയ്ത് നിങ്ങളുടെ ക്വാളിറ്റി ഒന്ന് താഴെ പോകും. ഓക്കെ, സോ അതിനുശേഷമേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, ആ പഴയ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ഈ ടൈമും ക്വാളിറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുള്ളൂ. പക്ഷെ ആ താഴെ പോവുക എന്നുള്ളത് എന്താണ്, എല്ലാവർക്കും സംഭവിക്കും. സോ നിങ്ങൾ ഒരു ആൻസർ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് എഴുതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗിന്റെ ഒരു പ്രോഗ്രഷൻ പോവുക ഇങ്ങനെയായിരിക്കും, ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി അതല്ല, നിങ്ങൾ വല്ലപ്പോഴും ആണ് ആൻസർ എഴുതുന്നെങ്കിൽ അവിടെയും നിങ്ങളുടെ പ്രോഗ്രഷൻ ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ ഡെയിലി ആൻസർ എഴുതി കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും.
നിങ്ങളിൽ അപ്പ് ആൻഡ് ഡൗൺസ്, ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിലേക്ക് പോവല്ല. പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് വീണ്ടും പ്രശ്നങ്ങൾ മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്താണ് പോകാൻ പറ്റുക. സോ ദർ വിൽ ബി അപ്പ് ആൻഡ് ഡൗൺസ് ഇൻ ആൻസർ റൈറ്റിംഗ്. പക്ഷെ അതെന്ത് ചെയ്യും, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ദർ വിൽ ബി പ്രോഗ്രസ്. അത് ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഫേസ് 2ലേക്ക് വരുമ്പം നമ്മളിവിടെ പഠിക്കുന്നത് കൂടുതലും എന്തായിരിക്കും, ഇപ്പം ഈ ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്ട്, പൊളിറ്റി, എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്ട് ആയിരിക്കും. പക്ഷെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാവില്ല പൊതുവെ. നിങ്ങൾ പ്രിലിംസിന് മാത്രം പഠിച്ചിട്ട് എന്ത് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ടോപ്പേഴ്സിന്റെ മാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ GS1 GS3 എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഇപ്പൊ വളരെയധികം മാർക്ക് കുറഞ്ഞു വരുന്നതാണ്. കാരണം ഇത് പ്രിലിംസിന് ഹിസ്റ്ററി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻസിന് തൊടാനുള്ള സമയമില്ല. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റെഡി വിത്ത് യുവർ ഓൺ മെയിൻസ് കണ്ടന്റ്. ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസ് വളരെ ഈസി ആയിരിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തവണ മെയിൻസ് പാസ്സായ ആളുകൾ വീണ്ടും പ്രിലിംസ്, മെയിൻസ് എഴുതിയ ആളുകൾ വീണ്ടും പ്രിലിംസിന് പാസ്സാവുന്ന കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് ആണ് ആക്ച്വലി എക്സാമിന്റെ കോർ എന്ന് പറയുന്നത്. ആക്ച്വൽ UPSCയുടെ ഫിലോസഫി അല്ലെങ്കിൽ അതിന്റെ കോർ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രിപ്പയർ ഫോർ മെയിൻസ്. മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ എക്സാമിന്റെ ഡിമാൻഡ് എന്താണെന്നുള്ളതും UPSC എന്താണെന്നുള്ളതും എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതും ഒരു മെയിൻസ് എഴുതിയ കുട്ടിക്ക് കുറച്ചുകൂടി ബെറ്റർ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കണം. ഇവിടെ തന്നെ നോക്കിയേ, ഇപ്പൊ മെയിൻസിനെ സംബന്ധിച്ചോളം ഹിസ്റ്ററിയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ആകെ 2 ക്വസ്റ്റ്യൻ ആണ് മോഡേൺ ഹിസ്റ്ററിന്ന് ചോദ്യം വരുന്നുള്ളൂ. ഒരു 10 മാർക്കിന്റെ ഒരു 15 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആണ് പൊതുവെ വരുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീമാറ്റിക് ആയിട്ട് തന്നെ ഉണ്ടാക്കാവുള്ളൂ. ഈ പേഴ്സണാലിറ്റീസ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ UPSC എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രൊമിനന്റ് ആയ ആളാണ് എന്തെന്ന് പറയുന്നത്, ഗാന്ധി എന്ന് പറയുന്നത്. ചിലപ്പം ഇപ്പൊ ഇവിടെ ഗാന്ധി ടാഗോറിനെ തന്നു, ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ ചോദിക്കാറുണ്ട്, ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ചോദിക്കാറുണ്ട്. സോ ഗാന്ധിയും അത് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്. ഇപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അങ്ങനത്തെ പല മൂവ്മെന്റ് ഉണ്ട്. അതല്ലാതെ ആസ് എ പേഴ്സൺ അയാൾ എഴുതിയ ബുക്കുകൾ ഏതൊക്കെയാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള അയാൾ പങ്കെടുത്തിട്ടുള്ള മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, എന്തായിരുന്നു അയാളുടെ ഐഡിയോളജി. സോ ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ആളുകൾ നോട്ട് ഉണ്ടാക്കണം. എസ്പെഷ്യലി നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. സോ ഇങ്ങനെയുള്ള ആളുകൾ ഒരു പേഴ്സണാലിറ്റിയുടെ ലിസ്റ്റ് നമ്മൾ തരും. സോ ആ റിപ്പീറ്റഡ് ആയ ഏരിയയിൽ നിന്ന് നമ്മൾ നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 10 മാർക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. പേഴ്സണാലിറ്റി ബേസ് ചെയ്ത് 15 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഗാന്ധിന്റെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിലും എന്നുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പേഴ്സണാലിറ്റിയെ പറ്റിയും UPSC ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഗവർണർ ജനറലെ പറ്റി, ലോർഡ് കർസൺ, ലോർഡ് റിപ്പന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കർസന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോർഡ് കർസൺ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലെ സംബന്ധിച്ചോളം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ലോർഡ് കർസൺ വരുന്ന ഏതാണ് 1898 ആവുമ്പോഴാണ് ലോർഡ് കർസൺ വരുന്നത്. സോ ആ സമയത്തിന് ശേഷം ഒരു 1920 വരെ യു നെവർ സീ ഒരു ഫാർമേഴ്സ് മൂവ്മെന്റ് നിങ്ങൾ കാണില്ല. എന്തുകൊണ്ടാണ് അവിടെ ഫാർമേഴ്സ് മൂവ്മെന്റ് ആബ്സെന്റ് ആവാൻ കാരണം? ബിക്കോസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഗിവൺ ബൈ ലോർഡ് കർസൺ ടു അഗ്രികൾച്ചർ സെക്ടർ, അല്ല അഗ്രികൾച്ചർ റിഫോംസിലേക്ക് വന്നുള്ള കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ ആളുകളുടെ പേഴ്സണാലിറ്റിയാണ് എന്തൊക്കെയാണ് ഇദ്ദേഹം നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ നാഷണൽ മൂവ്മെന്റ് പോളിസീസ് ഇവാലുവേറ്റ് ചെയ്യണം. മോശമായ പോളിസീസും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ ആർമിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ, ആർമിയിലുള്ള കോൺട്രിബ്യൂഷൻ. സോ ബ്രിട്ടീഷ് പേഴ്സണാലിറ്റിയും അവരുടെ കൺസോൾട്ടേഷനുമായിട്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ എങ്ങനെയായിരുന്നു, കൊളോണിയൽ പവറും അതിന്റെ ഇമ്പാക്റ്റും ട്രൈബൽ ഏരിയയിൽ എങ്ങനെ വന്നു, അഗ്രികൾച്ചർ ഫമീൻ, കർഷകർക്ക് അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആർട്ടിഷ്യന്മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇൻഡസ്ട്രീസിനെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ റൂളും ഇത് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് റൂൾ കാരണം ഡിഫറെന്റ് സെക്ടേഴ്സിൽ വന്നുള്ള ഇമ്പാക്ട് വി ഷുഡ് പ്രിപ്പയർ നോട്ട്സ്. ഇത് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് എക്സാം. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിലിംസിനുള്ള ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ സാധനം ഇവിടെ സംഭവിക്കും, എന്തുകൊണ്ട് ഈ സാധനം ഇപ്പൊ ഗാന്ധി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോളിസി ഈ ഒരു സമയത്താണോ പറയാ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ മെയിൻസിൽ നിങ്ങൾക്ക് പഠിക്കുന്നുള്ള ഒരു ഗുണം. അതേപോലെ തന്നെ റോൾ ഓഫ് വേരിയസ് ഫ്രീഡം സ്ട്രഗിൾസ്, ഇപ്പം മോഡറേറ്റ്സിന്റെ മൂവ്മെന്റ്സിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു, നാഷണൽ മൂവ്മെന്റ്. സോ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചേ ഉള്ളൂ. വി വിൽ ബി ഡിസ്കസിങ് ഓൾ ദിസ് ലേറ്റർ. നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ കംപ്ലീറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നോട്ട്സ് ഉണ്ടാക്കി നമ്മൾ ഇതിന്റെ തീം വെറുതെ കൊണ്ടുവന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുത്തി നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുകയല്ല, വളരെ തീമാറ്റിക് ആയിട്ട് എവിടുന്ന് ചോദ്യം വരുന്ന ഏരിയാസും റിപ്പീറ്റഡ് ആയി ചോദ്യം വരുന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് കീവേഡ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മേജർ ഇവന്റ്സ് കാര്യങ്ങൾ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ, ഫേസ് 2 വരുമ്പോൾ ആൻസർ റൈറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആസ് ഐ ഓൾറെഡി ടോൾഡ്
പ്രാക്ടീസ് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടി റിയൽ ക്വസ്റ്റ്യൻസിലേക്ക് മാറിയിട്ട് അതിനകത്ത് പെർഫെക്ഷനിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ പെർഫെക്ഷനിസം ഇയർ മീൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളിപ്പോൾ ടൈം ബൗണ്ട് അല്ല ചെയ്തത്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ടൈം ബൗണ്ട് ആയിരിക്കും ആൻഡ് വാല്യൂ അഡിഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആൻസർ റൈറ്റിംഗിന്റെ കാര്യത്തിൽ. ഓക്കെ, സോ ഇതാണ് ഇവിടെ ഒബ്ജക്റ്റീവ് ഓഫ് ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, അതേപോലെ തന്നെ ബൈ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിസംബർ ആവുമ്പോഴേക്ക് എന്ത് ചെയ്യും, യു വിൽ ബി കാണുന്ന ആരെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും കാണുന്നുണ്ട്. ഓക്കെ, സോ ബൈ ഡിസംബർ ആവുമ്പോഴേക്കും ഇഫ് യു ആർ പ്ലാനിങ് ലൈക്ക് ദിസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൻസ് പ്രിപ്പറേഷൻ നിങ്ങൾ റെഡി ആയിരിക്കും. സോ ബൈ ഡിസംബർ യു വിൽ ബി മെയിൻസ് റെഡി. നിങ്ങൾ മെയിൻസ് റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിലിംസ് നിങ്ങൾ ഓൾറെഡി ഹാഫ് പാസ്ഡ് ആയി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സോ മെയിൻസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ മെയിൻസിലേക്ക് റെഡി ആവും, എങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോവും എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് നോക്കേണ്ടത് അല്ലെ. എങ്ങനെയായിരിക്കും ഈ ഒരു സമയത്ത് ടൈം ബൗണ്ട് ആയിട്ട് ഡിസംബർ ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യുക. ഇതിനൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം, അതുപോലെ തന്നെ ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ വേണം. സോ ഇവിടെ നമ്മളൊരു ഷെഡ്യൂൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ഇനിഷ്യലി വിൽ ബി കണ്ടക്ടിങ് എ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ്. ഈ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഓപ്പൺ ടു എവരി വൺ. ഓക്കെ, ഈ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ഒക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വരിക, ആൻസർ ഓഫ്ലൈൻ ആയിട്ട് എഴുതുക, ഓൺലൈൻ ആയിട്ട് എഴുതുക. സോ വേർ വി വിൽ ഫൈൻഡ് വേർ യു ആർ സ്റ്റാൻഡിങ് അറ്റ് പ്രസന്റ് വിത്ത് റെസ്പെക്ട് ടു മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു, പ്രിലിംസിന്റെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രോബ്ലം, നിങ്ങൾക്ക് എവിടെയാണ് കണ്ടന്റ് എവിടെയൊക്കെയാണ് കുറവുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റിൽ നടത്തുക. 2 സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നതിനെ പറ്റി ഒരു സെഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാംസിന്റെ എങ്ങനെയാണ് എക്സാംസിനെ സിലബസുമായിട്ട് ലിങ്ക് ചെയ്ത് ക്രാക്ക് ചെയ്യാം. കൃത്യമായിട്ട് നമുക്ക് സിലബസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും പല ആളുകൾക്കും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സ് ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഒരു സെഷൻ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസർ റൈറ്റിങ്ങിനെ പറ്റിയുള്ള പ്രാക്ടീസ് സെഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇനി ബേസിക്കലി എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓരോ ദിവസം ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക ഫസ്റ്റ് ദിവസം സിലബസ് മാപ്പിംഗ് ആണ്. എന്താണ് നേരത്തെ നമ്മൾ ചെയ്തതിനെക്കാട്ടും കുറച്ചുകൂടി, നേരത്തെ ഒരു മാക്രോ അനാലിസിസ് ആണ് നടത്തിയത്, അതിന്റെ കുറച്ചുകൂടി ഒരു മൈക്രോ അനാലിസിസ് നടത്തിയിട്ട് ഏതൊക്കെയാണ് ഓരോ ടോപ്പിക്കിന്റെയും കീവേഡ്സ് എന്തൊക്കെയാണ്, എവിടേക്കാണ് ഓവർലാപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ് കൊണ്ടുവരാൻ പറ്റുക, അപ്പൊ കുറച്ച് പഠിച്ചാൽ മതി. സോ ഓവർലാപ്പിംഗ് പോയിന്റ്സ് എവിടേക്കാണ്, അതേപോലെ തന്നെ ആൻസർ എഴുതുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഡാറ്റാസ് എന്തൊക്കെയായിരിക്കും, ഫാക്ട്സ് എന്തൊക്കെയായിരിക്കും, ഓരോ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും, ബേസ്ഡ് ഓൺ ദാറ്റ് എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും സിലബസ് മാപ്പിംഗ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഈ സെഷനിലൂടെ വി വിൽ ഫൈൻഡ് ദാറ്റ് ഹൗ ടു സ്റ്റഡി പ്രോപ്പർലി ഫോർ നെക്സ്റ്റ് 1 year. ഒരു 1 വീക്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ദെൻ ബേസ്ഡ് ഓൺ അതിന്റെ പ്രകാരം ഇപ്പൊ സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിക്ക് 2 വാല്യൂ അഡീഷൻ ക്ലാസ്സസ് ആണ് ഇവിടുന്ന് റൈസപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് പുറമെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള നേരത്തെ കണ്ട കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിന് മെയിൻസിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും ആയിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്ന ഏരിയ ആണ് കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പല ആളുകളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കും, ഒരാഴ്ച വായിക്കും, ചിലവർ എന്ത് ചെയ്യും മാഗസിൻസ് വായിക്കും, പക്ഷെ എല്ലാ സമയവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടായി കാണാറുണ്ട്. സോ വേർ വി ആർ ട്രൈങ് ടു അനലൈസ് റൈസപ്പ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഒരു സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫ്രൈഡേയും നമ്മൾ തരുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കറണ്ട് അഫയേഴ്സിനകത്ത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നോക്കുക. അപ്പൊ അതും കവർ ചെയ്യും. സോ ഒരു വീക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറ്റയർ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻറ്റയർ സിലബസ് ഒരു വീക്ക് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. പല ആളുകൾക്കും പല രീതിയിലായിരിക്കും പോവാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ യുവർ എബിലിറ്റി ആസ് വി ജഡ്ജ്, നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, എത്ര സമയം എടുക്കും, അതിനനുസരിച്ച് ഈ ടൈം ടേബിൾ, ഇതൊരു ബേസിക് ടൈം ടേബിൾ ആണ്. ഈ ടൈം ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ചില ആളുകൾക്ക് 10 ദിവസം വേണ്ടി വരും. സോ നിങ്ങൾക്ക് 10 ദിവസത്തിനനുസരിച്ചായിരിക്കും നമ്മൾ മാനേജ് ചെയ്യുക. സോ അതിനനുസരിച്ച് എന്റെ ടൈം ടേബിൾ ചിലപ്പം ചില ആളുകൾ, ഇപ്പൊ നമ്മൾ ഡിസംബർ എന്ന് പറഞ്ഞത് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ജനുവരിയിലേക്ക് എത്താം. അത് ബേസ്ഡ് ഓൺ യുവർ പ്രിപ്പറേഷൻസ് പേസിനനുസരിച്ചിരിക്കും. അത് പിന്നീട് നമ്മൾ അത് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുക. സോ അതേപോലെ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി പഠിച്ചു, പിന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ്, ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒക്ടോബർ തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മൾ മെയിൻസ് ഓൺലി ടോപ്പിക്കുകൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും, എത്തിക്സ് അടക്കം. അതേപോലെ തന്നെ എസ്സേ റൈറ്റിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഓഗസ്റ്റ് ഒക്ടോബർ ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ്ലി മെയിൻസ് ഓൺലി ടോപ്പിക്കുകൾ ഫിനിഷ് ചെയ്യുന്നു. സോ ദെൻ വിൽ സ്റ്റാർട്ട് എന്താണ്, നമ്മൾ പ്രിലിംസും മെയിൻസും ആയിട്ടുള്ള ടോപ്പിക്ക്
തുടങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ടെസ്റ്റ് തുടങ്ങുന്നത് കാണാൻ പറ്റും. സെപ്റ്റംബർ ആകുമ്പോഴേക്കും തന്നെ തുടങ്ങുന്നു. പക്ഷെ നമ്മൾ ഗവർണൻസ് കംപ്ലീറ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗവർണൻസും IR കവർ ചെയ്യുന്നത്. ബിക്കോസ് ഗവർണൻസ് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. സോ ഗവർണൻസ് കൂടി എന്ത് ചെയ്യും, ബൈ ഒക്ടോബർ ആകുമ്പോഴേക്കും നമ്മൾ മെയിൻസ് ഓൺലി ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. ബൈ ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യാണ്, എൻറ്റയർ ടോപ്പിക്സ് ഓഫ് എന്ത് ചെയ്യുന്ന പ്രിലിംസിന്റെയും മെയിൻസും വരുന്ന ഓൾ ടോപ്പിക്സ് കവേർഡ് ചെയ്ത് നോട്ട്സ് അതിനകത്ത് റെഡി ആവുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്ലാൻ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടിരുന്നത്. നിങ്ങൾക്ക് ഓരോ ഷെഡ്യൂൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, വാല്യൂ അഡീഷൻസ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന്റെ ഇപ്പൊ സിലബസ് ബ്രീഫിങ്ങും. അതിന്റെ സിലബസ് ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളോട് നോട്ട് ഉണ്ടാക്കാൻ പറയലല്ല, വി ആർ ഐഡന്റിഫൈങ് ദ കീവേഡ്സ്. അതിനുശേഷം ബൈ ജനുവരി സ്റ്റാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, വിൽ കംപ്ലീറ്റ്ലി ഗോ ടു പ്രിലിംസ് ടെസ്റ്റ് സീരീസിലേക്കാണ് നമ്മൾ പ്രോഗ്രാം പോവുക. ഇതിന് പുറമെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉള്ള പ്രോബ്ലം. നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ദിവസം പഠിച്ചു നിങ്ങൾ വിചാരിക്കും, പക്ഷെ ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ പലപ്പോഴും നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞാലോചിക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ എന്താ പഠിച്ചത്, നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല നിങ്ങൾ എന്താ പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു വലിയ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ആം ഐ പ്രൊഡക്റ്റീവ് ഓർ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു സെൽഫ് ചെക്ക് നിങ്ങൾക്ക് തന്നെ നടത്താൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസ് വിൽ ബി ഹാവിംഗ് എ മെന്റർഷിപ്പ് കാർഡ്. ഈ മെന്റർഷിപ്പ് കാർഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഞങ്ങളും ഇത് വാല്യൂറ്റ് ചെയ്യും, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി പോകണം. ഈ മെന്റർഷിപ്പ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് ഇവിടെ കോളംസ് കാണാൻ പറ്റും. ഇപ്പൊ ജൂലൈ 14 ആണ്. ജൂലൈ 14 സെഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ആ സെഷനിൽ നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്തതിന്റെ ജസ്റ്റ് എന്ത് ചെയ്യുക, കോഡ് മാത്രം എഴുതുക, കോഡ് നമ്മൾ തരാം. അതേപോലെ തന്നെ എത്ര സ്റ്റഡി അവേഴ്സ് നിങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പൊ ഇന്ന് ഞാൻ 10 മണിക്കൂറാണ് പ്ലാൻ ചെയ്തത്, ബട്ട് ഐ ഓൺലി സ്റ്റഡിഡ് 8 hours. സോ 8 hours ഓഫ് 10 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. 2 hours എന്താണ് പ്രൊഡക്റ്റീവ് അല്ല. ഡെയിലി ആൻസർ എഴുതിയിട്ടുണ്ടോ, ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിഫ്ലക്ഷൻസ് ഉണ്ടോ. സോ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രിപ്പറേഷനെ ചാർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അതിന് പുറമെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ പോരാ, ഓരോ വീക്കും നിങ്ങളുടെ മെന്ററിനെ കണ്ടിട്ട് ഇത് സിഗ്നേച്ചർ മേടിക്കണം. കാരണം നിങ്ങൾ ഇതിനകത്ത് പെർഫോമൻസ് മോശമാണ് എന്നുണ്ടെങ്കിൽ മെന്റേഴ്സ് നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് പെർഫോമൻസ് മോശം, സോ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിനകത്തുള്ള ഇൻപുട്ടുകൾ എന്താ, ചീത്ത പറയാൻ വേണ്ടിയിട്ടല്ല, അതിനകത്ത് എന്തൊക്കെ ഇൻപുട്ട് തരാൻ പറ്റും എന്നുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കും മെന്റർ ഇവിടെ തരാം. അതേപോലെ മിസ് ചെയ്ത ടോപ്പിക് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ആ നോട്ട് ചെയ്യുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുകയും അതേപോലെ തന്നെ ടെസ്റ്റിന് ശേഷം എന്തൊക്കെയായിരുന്നു ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലംസ്, എന്തൊക്കെ അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, നെക്സ്റ്റ് വീക്കിലെ ടാർഗറ്റ് എന്തൊക്കെ ഇനി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഷെഡ്യൂളിന് പുറമെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും മെന്റർ തരും. ഇങ്ങനെ ഓരോ വീക്കിലെയും പ്രോഗ്രാംസ് എന്ത് ചെയ്യാം, നിങ്ങൾ ട്രാക്ക് ചെയ്ത് ഡിസംബർ വരെ നിങ്ങളുടെ കംപ്ലീറ്റ് റെക്കോർഡ്സ് നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഒരിക്കലും നമുക്കിപ്പോ ഒരു കോൺഫിഡൻസ് ലോ ആയി തോന്നുന്ന മൊമെന്റിൽ വെൻ യു ഓപ്പണിംഗ് അപ്പ് ദിസ് റെക്കോർഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഹാവ് സ്റ്റഡീഡ് ഇനഫ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുകയും എക്സാമിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമിനെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിലേക്ക് നിങ്ങൾ മാറാനും പറ്റും എന്നുള്ളതാണ് ഈ മെന്റർഷിപ്പ് ഇങ്ങനെ ഒരു ഷീറ്റ് നമ്മൾ വെക്കാൻ കാരണം. സോ ദിസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ സ്റ്റുഡൻസ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെന്റർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇനി റൈസപ്പിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഇത് ടൈം ബൗണ്ട് ആയി ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതാണ് റൈസപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും ജസ്റ്റ് ഞാനൊന്ന് പറയാം. എന്താണ് റൈസപ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. സോ പലപ്പോഴും ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന് കണ്ടന്റ് ആക്ച്വലി ഒരു മാറ്റർ അല്ല. കണ്ടന്റ് ഈസ് അവൈലബിൾ അല്ലെ, നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ദർ ഈസ് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ഓൾ ഓവർ ദ മാർക്കറ്റ്. സോ കണ്ടന്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം വിത്ത് യുവർ പ്രിപ്പറേഷൻ. ദ എക്സാക്ട് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year ലോങ്ങിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകണം. 1 year ലോങ്ങിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ യു ഷുഡ് ഹാവ് ഇനഫ് മോട്ടിവേഷൻ. ഇനീഷ്യൽ മോട്ടിവേഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇനീഷ്യൽ മോട്ടിവേഷൻ ഈസ് ഈസി. പിന്നീട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ മോട്ടിവേഷനെ കൊണ്ട് ആക്ച്വലി യാതൊരുവിധ കാര്യമില്ല. വാട്ട് യു നീഡ് ടു ഹാവ് എ ഡിസിപ്ലിൻ. എ ഡിസിപ്ലിൻഡ് ആസ്പിറൻസിന് മാത്രമേ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്താണ്, ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ യു വിൽ ബി അക്കൗണ്ടബിൾ ഫോർ ഈച്ച് ആൻഡ് എവറി ഡേ ഓഫ് യുവർ പ്രിപ്പറേഷൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് 1 yearലേക്ക് നമ്മൾ പോവാം. അതുപോലെ തന്നെ ഒരു മെന്റർ ഉണ്ടാവുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഐ ടോൾഡ് യു, നിങ്ങളുടെ പ്രോബ്ലംസ് പല സമയത്തും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നില്ല. യു തിങ്ക് ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് കൺവീനിയൻസ്, മേ ബി ബിക്കോസ് ഓഫ് യു ആർ നോട്ട് ഫൈൻഡ് ദാറ്റ് വാട്ട് ഈസ് എക്സാക്ട്ലി യു ആർ ഫേസിങ്. ഇതിനുള്ള പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിലെ മിസ്റ്റേക്സുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെ മിസ്റ്റേക്സുകൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ നീണ്ടു പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. മെന്റർ ഉണ്ടാവുക എന്നുള്ളതും ആ മെന്റർ പ്രോപ്പറായിട്ട് നിങ്ങൾ എല്ലാ വീക്കും നിങ്ങളെ മെന്ററിനെ കാണുക എന്നുള്ളതും 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഗുണം ചെയ്യുക. ദർ ഇസ് എ പേഴ്സൺ യു ഹാവ് ടു ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. ഒരാളെ ഒരു ബേർഡൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് മോർ ഫ്രീ. വെനെവർ ദർ ഇസ് എ പ്രോബ്ലം യു ക്യാൻ ഈസിലി ഷിഫ്റ്റ് ദ പ്രോബ്ലം ടു യുവർ മെന്റർ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റർ വിൽ ഓൾവേസ് ടെൽ യു
വാട്ട് ഇസ് ദ റൈറ്റ് സ്ട്രാറ്റജി. നിങ്ങൾ റോങ് ആയി പോകുമ്പോൾ മെന്റർ വിൽ ഓൾവേസ് ഷോ യു വാട്ട് ഇസ് ദ റൈറ്റ് സ്ട്രാറ്റജി. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഫ്രം ദ തേർഡ് പേഴ്സൺ വ്യൂ പോയിന്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെന്ററിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു മെന്റർ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി പലപ്പോഴും പ്രിപ്പറേഷനിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ഫ്രീ മെറ്റീരിയൽ കണ്ടന്റ് അവൈലബിലിറ്റി ബട്ട് യു ഡു നോട്ട് നോ ഹൗ ടു കൺസ്യൂം ഇറ്റ് ആൻഡ് ദർ ഇസ് നോബഡീസ് ടു ഗെറ്റ് കൺസ്യൂം. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു IAS ഓഫീസർ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫാമിലിയിൽ നിന്ന് വീണ്ടും IAS ഓഫീസർമാരോ അല്ലെങ്കിൽ IPS ഓഫീസർമാരോ ഉണ്ടാവും. ചില ഫാമിലികളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരും, ചില കാസ്റ്റുകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരും. ബിക്കോസ് ദർ ഇസ് എ പ്രോപ്പർ ഗൈഡൻസ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ആസ്പിറൻസിന് ഒരു ഗൈഡൻസ് പ്രോപ്പർ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. So content is available, but mentorship is not available as content available in the market. So ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെന്റർഷിപ്പ് എന്ത് ചെയ്യുക, ഡെമോക്രാറ്റൈസ് ചെയ്യുക, മെന്റർഷിപ്പ് എല്ലാവരിലേക്കും അവൈലബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് റൈസപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ റൈസപ്പ് എന്ന് പറയുന്നതിന്റെ കംപ്ലീറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ഒരു 1 ഇയറിലേക്ക് ഗൈഡ് ചെയ്യാം. അതിലൂടെ ഇതിനകത്ത് നമ്മൾ PCM സ്റ്റുഡൻസോ അങ്ങനെ ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് റിപ്പീറ്റേഴ്സ്. This is the only institution which is only focused on repeaters, where we are trying to focus ഈ റിപ്പീറ്റർ ആയുള്ള ആളുകൾ നിങ്ങൾ പ്രോപ്പർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ പ്രോപ്പർ ആയിട്ട് മെന്റർഷിപ്പ് തന്നിട്ട് നമ്മൾ സിവിൽ സർവീസിന്റെ ഈ ഒരു ജേണി നെക്സ്റ്റ് ഇയറിൽ 2026 ഓൾറെഡി ടോൾഡ് യു, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2026 UPSCയുടെ എക്സാമിനേഷന്റെ ഫൈനൽ എക്സാമിനേഷന്റെ PDF-ൽ നിങ്ങളുടെ പേര് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദർ ഇസ് എ പ്രോമിസ്. ആ പ്രോമിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഡൂയിങ് എനി പ്രോഗ്രാം ഓഫ് റൈസപ്പ്, എന്തെങ്കിലും ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു പ്രോമിസസ് യു വിൽ ഫിനിഷ് ഇറ്റ്. If you are not sure that you are going to finish it, don't start it. Okay, so അത് ഒരു മസ്റ്റായ കാര്യമാണ്. കാരണം നമ്മൾ ഒരു 2-way കോൺട്രാക്ട് ആണ്. When you are also agreeing with that, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊരു പ്രോപ്പർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു പ്രോമിസും ഈ ഒരു സാധനമാണ് നമ്മൾ നിങ്ങളെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നത്. സോ ആ പ്രോമിസ് വേണം. ഈ ഒരു സാധനം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം വരെ നിങ്ങൾ നിൽക്കുക. മാക്സിമം നിങ്ങൾ വിട്ടുപോകാതിരിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ ചെയ്യും, പക്ഷെ മാക്സിമം എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതുകയും നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ ചെയ്യുകയും നിങ്ങൾ മുന്നോട്ട് വരികയും റൈറ്റിംഗ് മോർ ആൻസേഴ്സ്. സപ്പോസ് യു ആർ സപ്പോസ് ടു റൈറ്റ് ഓൺലി 5 ആൻസേഴ്സ് പെർ വീക്ക്, ബട്ട് റൈറ്റ് 10 ആൻസേഴ്സ്. So when you are getting something, utilize it. The problem എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there are many people who are not able to get it. Now you are getting it and try out. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ മെന്റർഷിപ്പ് വരാം. നിങ്ങൾ മടിച്ചു നിൽക്കാതെ എന്ത് ചെയ്യുക, ഫ്രീ മെന്റർഷിപ്പ് എടുക്കുക. ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് യു ഫീൽ ദ ഡിഫറൻസ്. നിങ്ങൾക്ക് അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്, ഇറ്റ് ഈസ് ഓൺലി യൂസ്ഫുൾ ടു യു എന്ന് നിങ്ങൾ മനസ്സിലായതുകൊണ്ട് മാത്രമേ ഒരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ. There are lot of advertisement out there, there are lot of institute out there, there are lot of people providing free programs. You can join any of them, but do you actually think that is it actually adding value to you? റൈസപ്പിൽ വന്നു കഴിഞ്ഞാലും think that actually നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ. if you don't feel like it's not adequate enough, stop it. നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ചെയ്യാവുള്ളൂ. and we are sure that we will give you the best thing available in the market. അതിനെക്കാട്ട് ഏറ്റവും അടിപൊളി സാധനവും ഏറ്റവും അടിപൊളി മെന്റർഷിപ്പും അത് നിങ്ങൾ വന്ന് അതിന്റെ ഡിഫറൻസസ് മനസ്സിലാവും. സോ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരുപാട് ടോപ്പേഴ്സിനെ മെന്റർഷിപ്പ് ചെയ്തുള്ള ആളുകളാണ്. സോ അതുകൊണ്ടാണ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു ക്വാളിറ്റി മെന്റർഷിപ്പ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റൈസപ്പിന്റെ ഉദ്ദേശം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റൈസപ്പ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഗോട്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു 1 hour ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഈ മെയിൻസ് റെഡി ബൈ ഡിസംബർ അത് പോസിബിൾ ആണോ? ഇത്രയും വാസ്റ്റ് ആയ സിലബസ് പഠിച്ചെടുക്കുക പോസിബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈ ഒക്ടോബർ ആവുമ്പോഴേക്കും നമ്മുടെ ആക്ച്വലി മെയിൻസ് ഉള്ളി ടോപ്പിക്കുകൾ ഒക്ടോബറിന് മുന്നേ ഫിനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പ്രിലിംസും മെയിൻസും കൂടി ഓവർലാപ്പ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ്. ഓക്കെ, ആക്ച്വലി ഒരു പേഴ്സൺ മെയിൻസ് റെഡി ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 days ആണ്. ഓക്കെ, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ 70 days ഈ പ്രാവശ്യത്തെ എക്സാം എടുക്കാം. അപ്പൊ 70 daysനുള്ളിൽ ഒരാൾക്ക് മെയിൻസ് റെഡി ആവാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ടൈം എന്ന് പറയുന്ന ഫാക്ടർ ഫിക്സഡ് ആണ് എന്നുള്ളത് കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് പ്രഷർ ഉള്ളതുകൊണ്ടും നമ്മൾ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കും. നിങ്ങൾ പ്രിലിംസിന്റെ സമയത്തൊക്കെ 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? പ്രിലിംസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബുക്ക് തുറക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? കാരണം എന്താണ്, നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ പ്രഷർ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. സോ 70 daysന് പറ്റുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 6 മാസം അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ കവർ ചെയ്യാന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മൾ മാറ്റുന്നത്. സോ വി ആർ ഗോയിങ് ഫോർ മച്ച് ഇലാബറേറ്റഡ്. ഇനി ഇതും പറ്റാത്ത ആളുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് 5 ദിവസം കൊണ്ട് ആക്ച്വലി സൊസൈറ്റി പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്
ഈ ഒരു സാധനത്തിൽ ഇവർക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ 7 ദിവസം എന്നുള്ള ബാക്കിയുള്ളവർക്ക് 10 days ആവും. ഷെഡ്യൂൾ എന്ത് ചെയ്യും, ഒരു 10 ദിവസം 15 ദിവസം ഒന്നുകൂടി അങ്ങോട്ട് തള്ളും. ചില ആളുകൾ ജനുവരി ഒരു അവസാനം ആകുമ്പോഴായിരിക്കും ഈ ടോപ്പിക് മൊത്തം ചെയ്തു തീർക്കുള്ളൂ. സോ അത് ചെയ്തു തീർക്കുന്നവരെ നിങ്ങൾ കൂടി ഉണ്ടാവും, അത് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് ഓരോരുത്തരെയും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ചില ആളുകൾക്ക് ആക്ച്വലി മുന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ റൈസപ്പിന്റെ പ്രോഗ്രാമിൽ തന്നെ ദർ ആർ മെനി മെന്റീസ് ഓഫ് മൈസെൽഫ് ആൻഡ് രാജ്കുമാർ സർ. സോ ഞങ്ങൾ പല മെന്റീസ് ഇപ്പൊ തന്നെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആക്ച്വലി. സോ നമ്മൾ ഓൾറെഡി അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. സം മെന്റീസ് മീൻസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒരു 2 വീക്കോളം ഏകദേശം കവർ ചെയ്ത മെന്റീസ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ബേസിക്കലി ദേ ആർ കുറച്ച് ഹയർ ആയി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു വീക്ക്, ഇപ്പം ചില ആളുകൾക്ക് 5 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് നിങ്ങൾ 4 ദിവസം കൊണ്ട് കവർ ചെയ്താൽ യു കം ടു അസ്, വി വിൽ ഗിവ് യു അനദർ ഷെഡ്യൂൾ. സോ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലെ നിങ്ങളെ കാണണം. നിങ്ങൾ ഒരു ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ, ഇപ്പൊ നിങ്ങളോട് വീട്ടുകാർ ചോദിക്കണം നിനക്ക് എപ്പോഴാണ് ഫ്രീ, എനിക്ക് അങ്ങനെ ഫ്രീ ഒന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ ഫ്രീ എടുക്കാം. അല്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളെ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടഡ് ടാർഗറ്റ് കംപ്ലീറ്റ് ആയാലും നിങ്ങൾക്ക് ഫ്രീ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തീർത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ദിവസം ലീവ് എടുക്കാം. ഇനി എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വീക്ക് നിങ്ങൾക്ക് പനി പിടിക്കും, 7 days ചിലപ്പോൾ ഈ വീക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 7 ദിവസം നിങ്ങൾ പനി പിടിച്ച് കിടക്കും. അപ്പൊ ആ വീക്ക് പോകുമ്പോൾ ആ വീക്കിലെ ഷെഡ്യൂൾ മൊത്തം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാസ്റ്റിനനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ പ്രീ ഷെഡ്യൂൾ ചെയ്യും. അതേപോലെ തന്നെ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോസ്റ്റ്പോൺ ചെയ്ത് കൊടുക്കും. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്ലക്ച്വേഷൻ. ഇതൊരു സ്ട്രക്ചേർഡ് എന്താ പറയുക, ഇതൊരു ഒരു ഇങ്ങനെ തന്നെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. ബേസിക്കലി യു പീപ്പിൾ ആർ ഡിഫറെന്റ്. അതിന് ഓരോരുത്തർക്കും ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ പേഴ്സണലൈസ്ഡ് മെൻഷൻ. സോ അതിനനുസരിച്ചായിരിക്കും ഈ സാധനം ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് 70 days കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യും എന്ന് പറയുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഒരു 5 month 6 monthലേക്ക് നമ്മൾ അതിനെ ചുരുക്കുന്നത് കേട്ടോ. അത് പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ്. പിന്നെ ഈസ് ദർ എനി ഫീ ഇൻവോൾവ്? See, there are 2 versions of the program. One is completely free. Okay, already many of you might be knowing that there is a group in UPSC Kerala. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, UPSC കേരളന്റെ റൈസപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ദ പ്രോഗ്രാമിന്റെ ഒരുപാട് പാർട്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിലബസ് ബ്രീഫിംഗ്, ഇപ്പം ഓരോ വീക്കിലും നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സിലബസ് ബ്രീഫിംഗ് ആ ഗ്രൂപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ഡെയിലി ആൻസർ റൈറ്റിംഗും ഉണ്ടാവും. പക്ഷെ ഡെയിലി ആൻസർ റൈറ്റിംഗിൽ എല്ലാവരുടെ ആൻസർ കറക്റ്റ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ആദ്യം വരുന്ന 10 സ്റ്റുഡൻസിന്റെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഫീഡ്ബാക്കും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് അഫയേഴ്സിന്റെ സെഷൻസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, സ്ട്രാറ്റജി നിങ്ങൾക്ക് ഞങ്ങളെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബുക്ക് ഫ്രം ദ UPSC Kerala ഓൾസോ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നേ ഒന്ന് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം. ആ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് യു ക്യാൻ മീറ്റ് അസ് ഓൾസോ. So that is completely എന്താ പറയുക, ഫ്രീ ഇൻവോൾവ് ആണ്. ഫുൾ പാക്കേജ് ഓഫ് ദ പ്രോഗ്രാം വേർ ഐ ടോൾഡ് യു ഇതിന്റെ എല്ലാത്തിന്റെയും ടെസ്റ്റ്, ക്ലാസ്, വാല്യൂഡേഷൻ ക്ലാസ്, കറന്റ് അഫയേഴ്സ്, ഓരോ ടെസ്റ്റിന്റെയും ഇൻഡിവിജ്വൽ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പെയ്ഡ് പ്രോഗ്രാം ആണ്. But that paid program only available to the students who are ready to take the first self-evaluation test. See, if you have money, don't come and join here. അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല ഇത്. പൈസ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലെ പൈസ ഇല്ലാത്തവർ ജോയിൻ ചെയ്യുന്നതല്ല. The joining only happen when you are able to write the first self-evaluation and second self-evaluation test. ഇത് എഴുതാൻ വില്ലിംഗ് ആവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇത് ആക്ച്വലി പണി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് ബേസിക്കലി ഫോർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിലിംസ് ക്വാളിഫൈഡ് അല്ല, പ്രിലിംസ് ക്വാളിഫൈഡ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു 1 year എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം നിങ്ങൾ ഒരു PCM എങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതിന്റെ എല്ലാത്തിന്റെയും കണ്ടന്റ് ബേസിക്സ് തൊട്ട് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു ബേസിക് PCM ചെയ്ത ഒരു കുട്ടിക്കാണ്, അല്ലെങ്കിൽ ഒരു PCM ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 year ഇരുന്ന് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഒരു പ്രിലിംസ് എങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. ബട്ട് ഫ്രഷേഴ്സ് പ്ലീസ് ഡോണ്ട് ജോയിൻ. ഓക്കെ, സോ this is not fun for us. This is a very serious thing. That's what I am saying. ഞങ്ങൾ വെറുതെ പറയല്ല, വെറുതെ നമുക്ക് വേണം ജോയിൻ ചെയ്ത് പൈസ അങ്ങനെ മേടിക്കുക, അങ്ങനെയല്ല. പക്ഷെ this is all about, we need to have output, result. So there should be a social impact for this program. അതുകൊണ്ടാണ് വൺസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സെൽഫ് സ്റ്റഡിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ യെസ് യു ക്യാൻ ജോയിൻ. അതേപോലെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് എഴുതുക. ഓക്കെ, നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 963331 and 3312 ആണ് നമ്പർ. സോ യു ക്യാൻ കോൺടാക്ട് us. നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബുക്ക് ചെയ്യാം അതിനകത്ത്. അതേപോലെ തന്നെ ആസ് ഐ ടോൾഡ് യു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പ്രീവിയസ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നുവാണെങ്കിൽ വി വിൽ അനലൈസ്.
Based on that, we will tell you what are the lacuna you are facing with your preparations. Based on that, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫർദർ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ പോസിബിൾ ആണ്. പറയാം. ഈ PDF ഗ്രൂപ്പിലേക്ക് ഇടാം, PDF ഗ്രൂപ്പിലേക്ക് ഇടാം കേട്ടോ. പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 29 മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്ലസ് എസ്സേന്റെ ഒക്കെ കംപ്ലീറ്റ് ബേസിക് സെഷൻസ്, ക്ലാസ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഇവാലുവേഷൻ ഒക്കെ ഞങ്ങൾ കാണിച്ചത് ബേസിക്കലി നിങ്ങൾ പല സ്ഥലത്ത് ഇവാലുവേഷൻ കണ്ടത്. ഇപ്പൊ ഞാൻ കാണിക്കാത്ത ടെസ്റ്റ് ഇത് ഓൾറെഡി റിവ്യൂ കൊടുത്തോണ്ടാണ് ഇതിന്റെ മുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവാലുവേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആണ്. ഇതിപ്പോ എസ്സേന്റെ ഇവാലുവേഷൻ ആണ്. സോ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഇവാലുവേഷൻ നോക്കിയാൽ നിങ്ങൾ ഓരോ പേജിലും നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ എന്തിന്റെ എന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഒരു എസ്സേ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഓരോ ഭാഗത്തും ഇതൊക്കെ ഇപ്പൊ നമ്മളൊരു എസ്സേന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശരി അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാറ്റണം അങ്ങനെയല്ല. ഓരോ ആസ്പെക്റ്റിലും എവിടെ പ്രോബ്ലംസ് ഉണ്ടോ അതിന്റെ മാർക്ക്, ഇപ്പൊ എസ്സേന്റെ മാർക്കിംഗ് പാറ്റേൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആസ്പെക്റ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ പ്രശ്നം വരുന്നുണ്ട്, അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ മെക്കാനിസം ആയിരിക്കും മെയിൻസ് ആൻസറിൽ വരിക. സോ വേർ വി വിൽ ഫൈൻഡ്, ആസ് ഐ ടോൾഡ് യു, our focus is not to just write an answer, write a quality answer. So based on that, we will be like, each part analyze ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലം നോക്കിയിട്ടായിരിക്കും നമ്മൾ സൊല്യൂഷൻ കൊടുക്കുക. ഓക്കെ, അതേപോലെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഓൾസോ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പ്രോഗ്രാം. സോ ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ മെയിൻസും പ്രിലിംസും തമ്മിൽ ഓവർലാപ്പിംഗ് വരില്ലേ, അവിടെ മെയിൻസിന്റെ ടെസ്റ്റ് സീരീസിന്റെ കൂടെ തന്നെ ഒരു 50 ക്വസ്റ്റ്യന്റെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസും ഉണ്ട്. അത് പ്രിലിംസിന് ഫോക്കസ് ചെയ്യാൻ നമ്മൾ ഏതായാലും പോളിറ്റി പഠിക്കുമല്ലേ, അപ്പൊ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ സമയത്ത് ഇപ്പൊ മോഡേൺ ഹിസ്റ്ററിന്റെ സമയത്ത് കണ്ടു ഇവിടെ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസും എന്ത് ഉണ്ടാവും, ഈ ഒരു ടെസ്റ്റിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അന്നേ ദിവസം നിങ്ങൾക്ക് രാവിലെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ്, ഉച്ചയ്ക്ക് ശേഷം മെയിൻസിന്റെ ടെസ്റ്റ് സീരീസും ആയിരിക്കും. സോ സെയിം കണ്ടന്റ് നിങ്ങൾ എന്തായാലും പഠിക്കുക. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പ്രിലിംസും എഴുതാൻ പറ്റും, മെയിൻസും എഴുതാൻ പറ്റും. സോ ബൈ ഡിസംബർ ആകുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറോളം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പ്രിലിംസിന്റെ. അഗൈൻ യു വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസംബർ തൊട്ടിട്ട് നിങ്ങൾ ജനുവരി തൊട്ടിട്ട് നിങ്ങൾ പുതിയ ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് പ്രോഗ്രാം ഉണ്ടാവുക. എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ, ഹൈബ്രിഡ് ആണ്. ക്ലാസ് റൂം നമ്മൾ വരുന്നത് IAS ഹബ് നിങ്ങൾക്ക് അറിയായിരിക്കും, IAS ഹബിന്റെ ബിൽഡിംഗിലാണ്. അതിന്റെ ക്ലാസ് റൂമിലായിരിക്കും നമ്മുടെ പ്രോഗ്രാംസ് വരുന്നത്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. ഹൈബ്രിഡ് സെഷൻസ് ആണ്, റെക്കോർഡിംഗ്സ് അവൈലബിൾ ആണ്. ഇതൊന്നും ബുദ്ധിമുട്ടില്ല. സോ വാട്ട് എവർ പോസിബിൾ ഫ്രം അവർ സൈഡ് ടു പ്രൊവൈഡ്, എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ദർ ഇസ് നോ, always I used to tell my students that there is no goal mismatch between you and I. So our goal is to make you win this examination and your goal is to clear this examination. I promise you that there won't be any goal mismatch. So whatever required for this examination to clear, വെറുതെ ബൾക്കായിട്ട് കുറെ മെറ്റീരിയൽ വന്നിട്ട് ഇന്ന കുറെ മെറ്റീരിയൽ ആരും ചോദിക്കരുത്. we don't give you, we don't promote that, but we will give you the material, means what you needed for this examination to clear എന്നുള്ളത് മാത്രമായിരിക്കും. Okay, any other doubt? ഈ നമ്മളെന്തായാലും മെയിൻസ് പഠിക്കുമ്പോൾ സ്ക്രാച്ച് നിന്നാണല്ലോ തുടങ്ങുന്നത്. അതെ അതെ, 2-3 ടൈപ്പ് ആളുകൾക്ക്. ചില ആളുകൾക്ക് ഇപ്പൊ മെയിൻസിനോട് കുറച്ചുള്ളവരും ഉണ്ടാവും, ഒന്നും ഇല്ലാത്തവരും ഉണ്ടാവും. അല്ല, അപ്പൊ ബിഗിനേഴ്സിന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയല്ലേ? അപ്പൊ അത് ബിഗിനേഴ്സിന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതുവരെ ഒരു ബുക്കും വായിക്കാത്ത ആളുകൾ, ഫ്രഷർ ആയില്ല, ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ്. PCMന്റെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യുക. PCM അല്ല, ഡെയിലി ക്ലാസ്സസ് വന്ന് നിങ്ങൾ എല്ലാം പഠിപ്പിക്കുക, അതല്ല. അങ്ങനെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ആണെങ്കിൽ ജോയിൻ ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു തവണ എങ്കിലും ബുക്സ് വായിച്ചിട്ടുണ്ട്, NCERT വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? Who would be the mentors and are they selected candidates or have appeared to the interview themselves? മെന്റേഴ്സ് ഒക്കെ ഇന്റർവ്യൂ പോയിട്ടുള്ള ആളുകളാണ്. I myself have gone to interview. And അതിന് പുറമെ ഇപ്പം കഴിഞ്ഞ ഈ വർഷം തന്നെയാണെങ്കിൽ വൈശാഖിന്റെ മെന്റർ ആയിരുന്നു. അതേപോലെ തന്നെ കിരണിന്റെ മെന്റർ ആയിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ മെൽവിൻ IFS ഇൻഫർമേഷൻ സർവീസിന്റെ മെന്റർ ആയിരുന്നു. പിന്നെ അഞ്ജനയുടെ മെന്ററാണ്. പിന്നെ ഒരുപാട് മെന്റർഷിപ്പ്. ഇത് മെന്റർഷിപ്പ് ഫീൽഡ് വി ആർ ഹിയർ ഫോർ ഒരു കഴിഞ്ഞ ഒരു 6-8 വർഷത്തോളം ഫാക്കൽറ്റീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, മെന്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദ മെന്റർഷിപ്പ്. ആൻഡ് യു ട്രൈ ഇറ്റ് Mahibhai, Mahibhai, what a good name. So Mahibhai, it is better you come and try it, okay, rather than what we boast about ourselves. It is better you should come directly and see the differences. And if you really feel like it, maybe you might have find better mentor, we do not know, but if you really find that this is helpful and there is something different in them, join it. Otherwise it's okay. Means you will find that difference. That's what I can guarantee.
Anything else? Thank you, Mahibhai. Your actual name is Mahibhai, or you are a fan of Mahibhai? I am also a fan of Mahibhai anyway. So we should have that attitude. We never fail until the game is over. The last ball, still the last ball, we will fight. Okay. So I hope എല്ലാവരും സംശയം ഓക്കെ ആയിരുന്നു തോന്നുന്നു. വേറെ സംശയമൊന്നുമില്ലെങ്കിൽ we can wind up the session, and thank you so much. Yeah, timetable will be available for all. We'll be sending you the schedule just after the program. Okay, you are there in the group, right? Okay. സർ, അതായത് എസ്ഐയുടെ ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരുന്നില്ലേ ഇതിന് മുന്നേ സാറ് ചെയ്ത്? അപ്പൊ അത് രണ്ടും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ആയിരിക്കും? ഇതിലൂടെ എസ് എ സെഷൻ ഉണ്ട്, കിട്ടും. എസ് സെഷന്റെ കണ്ടന്റ് ഡെവലപ്മെന്റ് സെഷൻസ്, എസ് സ്ട്രാറ്റജി സെഷൻസ്, എസ് എ എങ്ങനെ എഴുതണം, എസ് എന്റെ കണക്റ്റിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്, എവറിത്തിങ് വിൽ ബി അവൈലബിൾ. ഇതിനകത്തും വരും. എവിടെ ഉണ്ടായിരുന്നു നോക്കട്ടെ. ഓക്കെ, ഇപ്പം കാണുന്നില്ല, ബട്ട് വി വിൽ ബി അവൈലബിൾ. എസ് എന്റെ സെഷൻസ് അല്ല, എസ് എ എങ്ങനെ എഴുതണം എന്നൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ല. അത് വലിയൊരു പ്രോബ്ലം ആണ്. വിൽ ഡു ഇറ്റ്. ഓക്കെ, ഓക്കെ സാർ. അപ്പൊ ഇതിന് ജോയിൻ ചെയ്യുന്നതിന് പിന്നെ അത് ആവശ്യമില്ലല്ലേ? അതെ. അല്ല, ഇതിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ജോയിൻ എസ് എ സെപ്പറേറ്റ്ലി. എസ് എ ഇപ്പൊ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2025 എഴുതുന്നവർക്ക് വേണ്ടിയുള്ള എസ് എ സെഷൻ ആണ്. ബട്ട് there are people who haven't joined 2026 എഴുതാത്തവരും ഉണ്ട്. But if you are joining this, you don't need. Thank you Abhinam, thank you Devika. So I hope the session was helpful to you all, guys. So if you find helpful, if you find useful, please do contact us. Otherwise, also refer us to your friends. This is though we were in this field for last 6 years, it's a new initiative again. So this is completely a personal program, a personalized mentorship program. So just try it and feel the difference. And thank you so much for spending your last 1 hour with us. We hope all of us will see again. I hope we can meet again, and all of us will clear this time. 2026 should be our year. All the very best, and thank you so much for the time.